റിവേഴ്സ് ഓർഡറിൽ സ്റ്റാർട്ട് ചെയ്യാം. വെള്ളം നമ്മുടെ ശരീരത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. വെള്ളത്തിന്റെ കുറവ് കൊണ്ട് മാത്രമാണ് ഏറ്റവും കൂടുതൽ മലബന്ധം ഉണ്ടാകുന്നത്. മലയാളിയുടെ ദേശീയ രോഗമാണ് മലബന്ധം. ഏതൊരു പേഷ്യന്റ് അടുത്ത് വന്നാലും അവർ ആദ്യം പറയുന്നത് ശോധനയില്ല, ശോധനയില്ല, ശോധനയില്ല. ശോധന വേണമെങ്കിൽ എന്ത് വേണം? ധാരാളം ഫൈബ്രസ് ഫുഡ് കഴിക്കണം, ധാരാളം വെള്ളം കുടിക്കണം. ഓരോ 20 കിലോ ശരീരഭാരത്തിനും മിനിമം 1 ലിറ്റർ വെള്ളം കുടിക്കുന്ന ഒരു ശീലം നമ്മൾ ഡെവലപ്പ് ചെയ്താൽ സർവ്വരോഗങ്ങളെ നമുക്ക് മാറ്റാം. കാരണം ആയുർവേദം പറയുന്നുണ്ട് ആമാഹി സർവ്വരോഗാണ്, ആമാശയമാണ് സർവ്വരോഗങ്ങളുടെ ഹേതു. ഈ ദഹന സംബന്ധമായ പ്രശ്നങ്ങളെ മാറ്റാൻ മാത്രമല്ല, ഏറ്റവും കൂടുതൽ മുടികൊഴിച്ചിലുണ്ടാവുന്നത് വെള്ളം കുറയുമ്പോഴാണ്. നമ്മുടെ സ്കിന്ന് വളരെ ഡ്രൈ ആവാനുള്ള ഒരു കാരണം വെള്ളം കുറവ് കുടിക്കുന്നതാണ്. വെള്ളം നമ്മുടെ ശരീരത്തിലെ എല്ലാ പ്രവർത്തനങ്ങളുടെയും അടിസ്ഥാന കാരണം വെള്ളത്തിന്റെ അഭാവമാണ്. അപ്പൊ വെള്ളം നന്നായിട്ട് കുടിക്കുക. അപ്പോ വെള്ളം കുടിച്ചാലും ചിലപ്പോൾ ശോധന കിട്ടാത്ത ആൾക്കാരുണ്ട്. അതിന് നമുക്ക് ഇഷ്ടംപോലെ പ്രൊഡക്റ്റുകൾ ഉണ്ട്. അതായത് നേരത്തെ മൂർത്തി സാറ് ചോദിച്ചു, ഇത്ര പേര് രാവിലെ വെറും വയറ്റിൽ റൈസ് ബ്രാൻ ഓയിൽ, ആർസിഎമ്മിന്റെ അമൃതം എന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്ന ഹെൽത്ത് ഗാർഡ് ഓയിൽ കഴിച്ചു എന്ന്. കുറച്ച് പേര് കൈപൊക്കി, കുറച്ച് പേര് കൈപൊക്കിയില്ല. ചില ആളുകൾക്ക് കഴിക്കാൻ മടിയാണ്, ചിലപ്പോൾ കഴിച്ചാൽ എന്തെങ്കിലും സംഭവിക്കും എന്നുള്ള ചിന്തയാണ്. ഈ പ്രൊഡക്റ്റ് ഇറങ്ങിയിട്ട് ഏകദേശം 2009 തോന്നുന്നു ഈ പ്രൊഡക്റ്റ് ഇറങ്ങിയത്. ആർസിഎം ഹെൽത്ത് ഗാർഡ് ഓയിൽ അന്ന് തൊട്ട് ഇന്ന് വരെ, ഈ നേരം വരെ എല്ലാ ദിവസവും എൻ്റെ ഒരു ദിവസം തുടങ്ങുന്നത് അവിടെ നിന്നാണ്. സോ ഹെൽത്ത് ഗാർഡ് ഓയിൽ റെഗുലർ ആയിട്ട് കഴിച്ചാൽ വയറിലെ പ്രശ്നങ്ങൾ മാത്രമല്ല, ഏകദേശം 10-34 അസുഖങ്ങളെ പ്രതിരോധിക്കാൻ അതിന് കഴിവുണ്ട്. പ്രതിരോധിക്കാനും ഒരു പരിധി വരെ മാറ്റിത്തരാനുള്ള കഴിവുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ടത് അത് നമ്മൾ കണ്ടുവരുന്ന ജീവിതശൈലി രോഗങ്ങളിൽ ഷുഗർ, പ്രഷർ, കൊളസ്ട്രോള്, എല്ല് തേയ്മാനം, ഹാർട്ട് ബ്ലോക്ക്, സ്ട്രോക്ക്, ക്യാൻസർ, ഡൈജസ്റ്റീവ് ഡിസോർഡർ, പാർക്കിൻസൺസ്, അൽഷിമേഴ്സ്, മെനോപോസ് സിൻഡ്രം തുടങ്ങി 10-34 അസുഖങ്ങളെ വളരെ എഫക്റ്റീവായിട്ട് പ്രതിരോധിക്കാനും കുറച്ചു കൊണ്ടുവരാനും ഒരു പരിധി വരെ മാറ്റിത്തരാനും അതിന് കഴിവുണ്ട്. അപ്പൊ ഇത് ഫിസിക്കലി റിഫൈൻഡ് ആണ്. മാർക്കറ്റിൽ ഇഷ്ടംപോലെ റൈസ് ബ്രാൻ ഓയിൽ കിട്ടാനുണ്ട്. ഒരുപക്ഷെ ഇതിനേക്കാൾ വിലക്കുറവിൽ കിട്ടുമ്പോൾ അതും ഇതും തമ്മിലുള്ള വ്യത്യാസം ഒന്ന് ഫിസിക്കലി റിഫൈൻഡ്, മറ്റുള്ളതെല്ലാം കെമിക്കലി റിഫൈൻഡ്. അപ്പൊ ഈ എണ്ണ നമുക്ക് 4 തരത്തിൽ ഉപയോഗിക്കാം. നമുക്ക് ഇത് തലയിൽ തേക്കാം. ഇന്ന് രാവിലെ ഈ പ്രോഗ്രാമിന് വരുന്നതിന് മുമ്പ് ഇത് എണ്ണ തലയിൽ തേച്ച് കുളിച്ചിട്ടാണ് ഞാൻ വന്നത്. മുടിക്കുണ്ടാകുന്ന ഒരുപാട് പ്രശ്നങ്ങൾ, വൈറ്റമിൻ ഇ ധാരാളം ഉള്ളതിനാൽ മുടി കൊഴിച്ചില്, താരൻ, അകാല നര, മുടി പൊട്ടിപ്പോകുന്നത്, മുടിയിൽ കായ വരുന്നത്, മുടിയുടെ അഗ്രം പിളർന്നു പോകുന്നത്, മുടി ചെമ്പിച്ചു പോകുന്നത്, മുടി ജട പിടിക്കുന്നതിനൊക്കെ മാറ്റാൻ നല്ലതാണ്. ഇപ്പൊ ഇങ്ങനെ ഒരു ക്ലാസ്സിൽ പറഞ്ഞപ്പോ കുറച്ച് പ്രായം ചെന്നൊരു കാർന്നോര് എണീറ്റ് നിന്നിട്ട് എന്നോട് പറഞ്ഞു, സാറേ ഇത് അകാല നരയ്ക്ക് മാത്രമല്ല നരയും ഒരു പരിധി വരെ മാറ്റുമെന്ന് പറഞ്ഞ അദ്ദേഹത്തിന്റെ നരച്ച മുടിയുടെ ഒരു വശം മുഴുവൻ കറുത്തിരിക്കുന്നതിനെ കാണിച്ചു. അപ്പൊ വേണമെങ്കിൽ നമുക്ക് അതും ആഡ് ചെയ്യാം. പക്ഷെ എല്ലാവർക്കും എല്ലാ റിസൾട്ടും കിട്ടിക്കൊള്ളുന്നില്ല. അപ്പൊ ഈ എണ്ണ നമുക്ക് മേല് തേച്ച് കുളിച്ചാൽ തൊലിപ്പുറത്തുണ്ടാകുന്ന അസുഖങ്ങളാണ് നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ. അത് വരാനുള്ള കാരണം നമ്മൾ വിരുദ്ധ ഭക്ഷണങ്ങൾ ധാരാളം കഴിക്കുന്നുണ്ട്. അപ്പൊ അതുപോലെ ശരീരത്തിലെ ഡീടോക്സിഫിക്കേഷൻ നടക്കുന്നില്ല. ഡീടോക്സിഫിക്കേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിയായ രീതിയിലുള്ള ശുദ്ധീകരണ പ്രവർത്തനങ്ങൾ, അതായത് ഉച്ഛ്വാസവായു, വിയർപ്പ്, മൂത്രം, മലം, ആർത്തവം, ഈ 5 കാര്യങ്ങളും കൃത്യമായി നടക്കുന്ന ഒരു ശരീരത്തിൽ ഒരു രോഗം ഉണ്ടാവില്ല. ഇത് നടക്കാത്തതുകൊണ്ടുള്ള പ്രശ്നമാണ് ശരീരത്തിൽ സ്കിൻ പ്രോബ്ലംസ് വരുന്നത്. ആ സ്കിൻ പ്രോബ്ലം ഇപ്പൊ മൊളി, വെള്ളപ്പാണ്ട്, വെരിക്കോസ് വെയിൻ, സൊറിയാസിസ്, എക്സിമ, ആക്നി തുടങ്ങി 10-14 സ്കിൻ സംബന്ധമായ പ്രശ്നങ്ങൾക്ക് ഈ എണ്ണ വളരെ ഫലപ്രദം. എന്ത് ചെയ്താൽ മതി? ഇത് നമുക്ക് മേലെ അപ്ലൈ ചെയ്തിട്ട് നന്നായിട്ട് വെയിൽ കൊള്ളുക. 5 വെളുത്ത വസ്തുക്കൾ ഉപേക്ഷിക്കുക: പഞ്ചസാര, മൈദ, പാല്, ഉപ്പ്, തവിടില്ലാത്ത വെളുത്ത അരി. അതിൽ ഏറ്റവും കൂടുതൽ കണ്ടുവരുന്ന സ്ത്രീകളെ സംബന്ധിച്ചുള്ള ഏറ്റവും കൂടുതൽ ഒരു പ്രശ്നമാണ് വെരിക്കോസ് വെയിൻ. അതിനെന്ത് ചെയ്യണം? ഈ എണ്ണ ഒരു കൈക്കുടന്ന എണ്ണയെടുത്ത് വെരിക്കോസ് വെയിനുള്ള ഭാഗത്ത് അപ്ലൈ ചെയ്ത് കാല് അടിയിൽ നിന്ന് മേലോട്ട് ഒഴിയുക. നമ്മൾ സാധാരണ കാല് മേലെ നിന്ന് താഴോട്ടാണ് ഒഴിയാറ്. അടിയിൽ നിന്ന് മേലോട്ട് ഒഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് വെരിക്കോസ് വെയിൻ മാറുന്നതായിട്ടാണ് കണ്ടുവരുന്നത്. പിന്നെ എന്ത് ചെയ്യണം? ഈ കുറച്ച് സമയം കാല് വെയിൽ കൊള്ളിക്കുക. രാത്രി കിടക്കുമ്പോൾ കാല് എപ്പോഴും ഉയർത്തി വെച്ച് കിടക്കുക. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമുക്ക് ഇത് മേല് തേച്ചാലുള്ള ഒരു ബെനിഫിറ്റ് ഉണ്ട്. പിന്നെ സൊറിയാസിസിന് വളരെ വണ്ടർഫുൾ ആയിട്ടുള്ള റിസൾട്ടാണ്. എണ്ണ അപ്ലൈ ചെയ്തിട്ട് 1 മണിക്കൂർ പപ്പടം ഉണക്കാനിടുന്ന പോലെ അരമണിക്കൂർ മലർന്ന് കിടക്കുക, അരമണിക്കൂർ കമിഴ്ന്ന് കിടക്കുക. വെളുത്ത 5 വസ്തുക്കൾ ഉപേക്ഷിക്കുക. 5 വെളുത്ത വിഷങ്ങൾ എന്നാണ് ഗാന്ധിജി അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. അപ്പോ ഈ എണ്ണ മേല് തേച്ച് സ്കിന്നിന്റെ പ്രശ്നങ്ങളൊക്കെ മാറിയ ആയിരക്കണക്കിന് ആളുകളെ എനിക്കറിയാം. പക്ഷെ ഒരു പ്രശ്നമുണ്ട്, ആദ്യം ഇതൊന്നും കൂടിയിട്ടേ കുറയുള്ളൂ. അപ്പൊ സ്കിൻ സംബന്ധമായ പ്രശ്നങ്ങൾക്ക് നല്ലതാണ്. തലയിലും തേക്കാം, മേല് തേച്ച് കുളിക്കുകയും ചെയ്യാം. പാചകെണ്ണയായിട്ട് ഉപയോഗിക്കുമ്പോൾ 1 ലിറ്റർ വെളിച്ചെണ്ണയ്ക്ക് പകരം ഈ എണ്ണ ഏകദേശം 700 മില്ലി മതി. കാരണം എണ്ണ പുകഞ്ഞു പോകുന്നതും എണ്ണ വലിച്ചെടുക്കുന്നതും കുറവാണ്. സാധാരണ എല്ലാ ഭക്ഷ്യ എണ്ണകളും 200 ഡിഗ്രി സെന്റിഗ്രേഡിൽ താഴെ പുകയുമ്പോൾ റൈസ് ബ്രാൻ ഓയിൽ, നമ്മുടെ ഹെൽത്ത് ഗാർഡ് ഓയിൽ പുകയുന്ന ഊഷ്മാവ് 233 മുതൽ 254 ഡിഗ്രി സെന്റിഗ്രേഡിനുള്ളിലാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ എണ്ണ നമുക്ക് ഒന്നിലധികം തവണ ചൂടാക്കി ഉപയോഗിക്കാം. അതുമൂലം ട്രാൻസ്ഫാറ്റി ആസിഡ് ഒരു കാരണവശാലും നമ്മുടെ ശരീരത്തിൽ വരില്ല. അതുമൂലം ഹൃദയ ആരോഗ്യം ഏറ്റവും നല്ല രീതിയിൽ മെച്ചപ്പെടുത്താൻ സഹായിക്കും.
അപ്പോൾ ഇത് പാചക എണ്ണയായിട്ട് ഉപയോഗിക്കുമ്പോൾ സാധാരണ ഏത് ഭക്ഷണം നമ്മൾ പാചകം ചെയ്ത ഏത് വെളിച്ചെണ്ണ പോലെയുള്ള കേരളത്തിൽ ഏറ്റവും കൂടുതൽ ആൾ ഉപയോഗിക്കുന്നത് വെളിച്ചെണ്ണയാണ്. വെളിച്ചെണ്ണയിൽ ഏത് ഭക്ഷണം പാചകം ചെയ്താലും അതിന് വെളിച്ചെണ്ണയുടെ ടേസ്റ്റ് ആണ്. പക്ഷേ റൈസ് ബ്രാൻ ഓയിലിൽ നമ്മൾ പാചകം ചെയ്ത് കഴിഞ്ഞാൽ ആ ഭക്ഷണത്തിന്റെ നാച്ചുറൽ ആയിട്ട് ടേസ്റ്റ് നമുക്ക്. വെളിച്ചെണ്ണ മോശമാണെന്നല്ല പറയുന്നത്, വെളിച്ചെണ്ണ നല്ലതാണ്. പക്ഷെ നല്ല വെളിച്ചെണ്ണ പലപ്പോഴും നമുക്ക് കിട്ടാറില്ല. പക്ഷെ വെളിച്ചെണ്ണ ഇല്ലാത്ത ചില ആന്റി ഓക്സിഡന്റുകൾ ഈ എണ്ണയിലുണ്ട്, റൈസ് ബ്രാൻ ഓയിലുണ്ട്. അപ്പൊ തലയിലും തേക്കാം, മേല് തേച്ച് കുളിക്കും ചെയ്യാം, പാചകെണ്ണയായിട്ട് ഉപയോഗിക്കാം, ഇത് പച്ചയ്ക്ക് കഴിക്കാം വെറും വയറ്റിൽ. ഞാൻ ഇത്രേ കഴിക്കാറ്. എന്റെ ഒരു കൈക്കുടന്ന നിറച്ച് എണ്ണ എടുത്ത് ഇങ്ങനെ രാവിലെ എന്ന് പറഞ്ഞ് കഴിക്കും എല്ലാ ദിവസവും. ഇന്ന് രാവിലെയും കഴിച്ചിട്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത്. ഇത് 7ഓളം ജീവിതശൈലി രോഗങ്ങൾ, ഷുഗർ, പ്രഷർ, കൊളസ്ട്രോള്, എല്ല് തേയ്മാനം, ഹാർട്ട് ബ്ലോക്ക്, സ്ട്രോക്ക് ആൻഡ് ക്യാൻസർ, ഇതിനെ കുറച്ചു കൊണ്ടുവരാനും ഇതിന്റെ സാധ്യത ഒഴിവാക്കാനും ഉള്ളതിനെ ഒരു പരിധി വരെ ഇല്ലാതാക്കാനും സഹായിക്കും. കാരണം റൈസ് ബ്രാൻ ഓയിൽ 3 തരത്തിലുള്ള ആന്റി ഓക്സിഡന്റ് ഉണ്ട്. ഒറൈസിനോൾ ഉണ്ട്, ടോക്കോട്രിനോൾ ഉണ്ട്, ടോക്കോഫിറോൾ ഉണ്ട്. ധാരാളം ഫൈബർ ഉണ്ട്. 2 തരത്തിലുള്ള ഫൈബർ ഉണ്ട്. സൊലുബിൾ ഫൈബറും ഉണ്ട്, ഇൻസൊലുബിൾ ഫൈബറും ഉണ്ട്. സൊലുബിൾ ഫൈബർ നമ്മുടെ ഇന്റേണൽ ഓർഗൻസിന്റെ ഇടയിൽ പറ്റിപ്പിടിച്ച് കിടക്കുന്ന ഫാറ്റിനെ ഒരു പരിധി വരെ കുറയ്ക്കാൻ സഹായിക്കും. അപ്പൊ ഫാറ്റി ലിവറുള്ള ആളുകൾക്ക് ഈ റൈസ് ബ്രാൻ ഓയിൽ വളരെ ഗുണം ചെയ്യും. എന്നോട് പലരും ചോദിക്കാറുണ്ട്, ഫാറ്റി ലിവറുള്ള ആളുകൾ ഈ എണ്ണ കഴിച്ച വല്ല പ്രശ്നം ഉണ്ടാവും. ഒരു പ്രശ്നം ഉണ്ടാവില്ല. കാരണം അതിലെ ഇൻസൊലുബിൾ ഫൈബർ ആ ഫാറ്റിനെ ബേൺ ചെയ്ത് കളയും, കത്തിച്ച് കളയും. ഇനി സൊലുബിൾ ഫൈബർ, ഇൻസൊലുബിൾ ഫൈബർ എന്താ ചെയ്യുന്നത്? അത് നമ്മുടെ ദഹനത്തിനെ മെച്ചപ്പെടുത്തും. കാരണം നമ്മുടെ ഡൈജസ്റ്റീവ് സിസ്റ്റം കറക്റ്റ് ആയിട്ട് വർക്ക് ചെയ്യണമെങ്കിൽ ധാരാളം ഫൈബർ വേണം, ഇൻസൊലുബിൾ ഫൈബർ വേണം. ആ ഒരു റഫേജ് കൊണ്ട് എന്ത് സംഭവിക്കുന്നു? ദഹനം നന്നാകും. ദഹനം നന്നാകുമ്പോൾ ഷുഗർ കുറയുന്നു. അതുപോലെ തന്നെ ആയിരം നന്നാകുമ്പോൾ BP കൺട്രോൾ ആവുന്നു. ഒറൈസിനോളിന്റെ സാന്നിധ്യം കൊളസ്ട്രോൾ കുറയ്ക്കാൻ സഹായിക്കുന്നു. നാച്ചുറൽ ആയിട്ടുള്ള കാൽസ്യത്തിന്റെ സാന്നിധ്യം എല്ല് തേയ്മാനത്തിന് ഗുണം ചെയ്യുന്നു. പ്ലസ് ഇതിലുള്ള ഇതിന്റെ രക്തത്തിനെ കട്ടി കുറയ്ക്കാനുള്ള കഴിവുള്ളത് കൊണ്ട് സ്ട്രോക്ക് വന്ന ആളുകൾക്ക് ഒരുപാട് ഗുണം നൽകുന്നുണ്ട്. ഒപ്പം ഈ എണ്ണയുടെ റെഗുലർ ആയിട്ടുള്ള യൂസേജ്, റൈസനോളിന്റെ സാന്നിധ്യം നമ്മുടെ ക്യാൻസറിനെ വരെ ഉണ്ടാകാൻ സാധ്യതയുള്ള ക്യാൻസറിനെ വരെ പ്രതിരോധിക്കാൻ ഇത് സഹായിക്കും. ഇത് പ്രായമുള്ള ആളുകൾക്ക് ഉണ്ടാകുന്ന 3 പ്രധാനപ്പെട്ട അസുഖങ്ങളുണ്ട്. അസുഖം എന്ന് പറയാൻ പറ്റില്ല. ഒന്ന് പാർക്കിൻസൺസ്, കൈ വരയ്ക്കുക, കഴുത്ത് വരയ്ക്കുക, മുട്ട് വരയ്ക്കുക, ശരീരം മൊത്തം വരയ്ക്കുക. തലച്ചോറ് കൊടുക്കുന്ന നിർദ്ദേശങ്ങളെ ശരീരം അനുസരിക്കാത്ത അവസ്ഥയ്ക്ക് പറയുന്നതാണ് പാർക്കിൻസൺസ്. അതിനത് വളരെ ഫലപ്രദമാണ്. അതുപോലെ അൽഷിമേഴ്സ്, കംപ്ലീറ്റ് മെമ്മറി ഇല്ലാതാകുന്ന അവസ്ഥ, അതിനെ പ്രതിരോധിക്കാനും നല്ലതാണ്. കാരണം ഇതിലുള്ള ആന്റി ഓക്സിഡന്റുകളുടെ സാന്നിധ്യമാണ്. പ്ലസ് കണ്ണിലൊരു കുരു വന്നാൽ, കണ്ണിലൊരു പ്രാണി പോയാൽ, കണ്ണിലൊരു കരട് വന്നാൽ ഇത് കണ്ണിലൊഴിച്ച് സുഖമായിട്ട് കിടന്നുറങ്ങിക്കോളൂ. 1-2 ദിവസം കൊണ്ട് നിങ്ങൾക്ക് വണ്ടർഫുൾ ആയിട്ടുള്ള റിസൾട്ട് കിട്ടും. കാരണം ഇത് ആദ്യമായിട്ട് കണ്ണിലൊഴിച്ചതും ഇടയ്ക്കിടയ്ക്ക് ഒഴിച്ചു നോക്കി ഇത് കറക്റ്റ് സ്യൂട്ടബിൾ ആണെന്ന് തെളിയിച്ച വ്യക്തി കൂടിയാണ് സംസാരിക്കുന്നത്. കാരണം ആളുകൾക്ക് ഇത് പെട്ടെന്ന് ഉൾക്കൊള്ളാൻ പറ്റില്ല. കണ്ണിന് എന്ത് പ്രശ്നം വന്നാലും എണ്ണ നമുക്ക് കണ്ണിൽ അപ്ലൈ ചെയ്യും. ഈവൻ ചെങ്കണ്ണ് വന്നിട്ട് ഇത് ഒഴിച്ചിട്ട് മാറിയിട്ട് അതിന്റെ കൂടെ വേണമെങ്കിൽ നമുക്ക് കരിക്കുമ്പളും കൂടി ഒഴിക്കാം. അത് ഏറ്റവും നല്ലതാണ്. അപ്പോ ഈ ഒരു ഉൽപ്പന്നം ഉപയോഗിക്കുമ്പോൾ നമുക്ക് ദഹന സംബന്ധമായ പ്രശ്നങ്ങള്, നെഞ്ചിരിച്ചില്, കുളിച്ചു തകട്ടല്, മലബന്ധം, ഗ്യാസ് ട്രബിള്, അൾസർ, അൾസറേറ്റീവ് കൊളിറ്റിസ്, മൂലക്കുരു, ഫിസ്റ്റുല, ഹെർണിയ തുടങ്ങിയ 9ഓളം അസുഖങ്ങൾക്ക് നല്ലത്. അപ്പൊ ആലോചിച്ച് നോക്കുക, 10-34ഓളം അസുഖങ്ങളെ നമുക്ക് ഫ്രീ ആയിട്ട് ഒഴിവാക്കാൻ പറ്റും അല്ലെ. ഒരു രോഗം വന്നിട്ട് ഡോക്ടറെ കാണാൻ പോകുമ്പോൾ നമുക്കുണ്ടാകുന്ന ചെലവുകൾ ചില്ലറയല്ല. ഞാൻ ഒരു പേഷ്യന്റ് കാണാൻ വന്നു, തലേന്ന് ഒരു പനി വന്നു, 2 ദിവസം മുൻപ് ഒരു പനി വന്നു. നാട്ടിൻപുറത്ത് ഒരു കൊച്ചു ഹോസ്പിറ്റൽ, ഒരു ക്ലിനിക്കിൽ അഡ്മിറ്റായി, ക്ലിനിക്കല്ല കൊച്ചു ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി. 15,000 രൂപ ഒരു പകലും ഒരു രാത്രി. 15,000 രൂപ ഉണ്ടാവണമെങ്കിൽ അവർ പറയണം ഒരു മാസം മുഴുവൻ വർക്ക് ചെയ്ത 12,000 രൂപയാണ് കിട്ടുന്നത്. അപ്പോൾ രോഗം വന്ന് ചികിത്സിക്കുന്നതിനേക്കാൾ നല്ലതാണ് രോഗം വരാതെ. സോ പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ. അപ്പൊ ഒരു പ്രിവെന്റീവ് മെത്തേഡിലാണ് ആർസിമിൽ എല്ലാ ഉൽപ്പന്നങ്ങളും വർക്ക് ചെയ്യുന്നത്. ഞാൻ പറഞ്ഞു വന്നത് വെള്ളത്തെ കുറിച്ചാണ്. അപ്പൊ വെള്ളം നന്നായിട്ട് കുടിക്കുക, കുറച്ച് സമയം വെള്ളത്തിലിരിക്കുക. അപ്പോ ദഹന സംബന്ധമായ പ്രശ്നങ്ങളെ മാറ്റാൻ പറ്റും. ഒപ്പം തന്നെ പ്രോസ്റ്റേറ്റ് സംബന്ധമായ ഒരുപാട് ഇഷ്യൂസ് നമ്മൾ കണ്ടുവരുന്നുണ്ട്. ഒരു 45-50 വയസ്സായ പുരുഷന്മാരിൽ നല്ലൊരു ശതമാനത്തിലുള്ള പ്രശ്നമാണ് പ്രോസ്റ്റേറ്റ് എൻലാർജ്മെന്റ്. നമ്മുടെ ശരീരത്തിലെ സിങ്ക് എന്ന് പറയുന്ന മൂലകത്തിന്റെ കുറവ് കൊണ്ടാണ് ഒരു പരിധി വരെ അത് ഉണ്ടാവുന്നത്. പിന്നെ പൊതുവെ കുറച്ച് പ്രായം ചെന്ന ആളുകൾക്ക് ഇത് കൂടുതലായിട്ട് വരുന്നുണ്ട്. അതിന്റെ ഇൻഡിക്കേഷൻ രാത്രി സമയത്ത് കൂടുതൽ സമയം, രാത്രിയല്ല പ്രത്യേകിച്ച് രാത്രി സമയത്ത് കൂടുതൽ തവണ മൂത്രം ഒഴിക്കാൻ എണീക്കുക. എത്ര മൂത്രം ഒഴിച്ചാലും മൂത്രം മുഴുവൻ പോകാത്ത അവസ്ഥ വരിക, ചിലപ്പോൾ അറിയാതെ മൂത്രം പോകുന്ന അവസ്ഥ വരിക. ഇങ്ങനെ കുറെ പ്രശ്നങ്ങളുണ്ട്. ചില റെയർ കേസുകളിൽ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയിൽ ക്യാൻസറിന്റെ ഫോർമേഷൻ, ഇതിനെയൊക്കെ പരിഹരിക്കാൻ ഈ ഹിബാത്ത് നല്ലതാണ്. ഹിബാത്തിന്റെ കൂടെ തന്നെ ധാരാളം ബീൻസ് കഴിക്കുക. ബീൻസിൽ നാച്ചുറൽ ആയിട്ടുള്ള സിങ്ക് അടങ്ങിയിട്ടുണ്ട്. ബീൻസിൽ സിങ്ക് ഒരു 12 മില്ലിഗ്രാം സിങ്ക് നമ്മുടെ ശരീരത്തിൽ വേണം. ഒരു പുരുഷന്റെ ശരീരത്തിൽ റെഗുലർ ആയിട്ട് വേണം സിങ്ക്. അതിന് മാത്രമല്ല മറ്റ് മൾട്ടിപ്പിൾ ആയിട്ടുള്ള ബെനിഫിറ്റ് ഉണ്ട്. പ്രത്യേകിച്ച് ഇമ്മ്യൂണിറ്റി പവർ കൂട്ടാനൊക്കെ ഏറ്റവും നല്ലതാണ് സിങ്ക്. ഈ സിങ്ക്
കുറഞ്ഞു കഴിഞ്ഞാൽ അതിനെ പരിഹരിക്കാൻ നമുക്ക് നമ്മുടെ ന്യൂട്രിചാർജ് മെൻ ഉണ്ട്, ധാരാളം ആളുകൾ ഉപയോഗിക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു കേരളത്തില് RCMൽ വളരെ സീരിയസ് ആയിട്ടുള്ള ആളുകളൊക്കെ ഇതിനെ നന്നായിട്ട് പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. ന്യൂട്രിചാർജ് മെൻ പുരുഷന്മാർക്ക് ഉപയോഗിക്കാവുന്ന ഒരു പോഷകാഹാരമാണ്. 33 പോഷകങ്ങളാകിയ ന്യൂട്രിചാർജ് മെന്ന് ഒരു പുരുഷനെ സംബന്ധിച്ചുള്ള അവരുടെ ആരോഗ്യ പ്രശ്നങ്ങളുടെ ഒരു 60% പരിഹരിക്കുക. അത് മാത്രം മതി. കാരണം നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ നോക്കുന്ന 3 കാര്യങ്ങളുണ്ട്: നിറം, മണം, രുചി. ഗുണം ഒരിക്കലും നോക്കാറില്ല. ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ നമ്മുടെ ബോഡിക്ക് എസെൻഷ്യൽ ആയിട്ട് വേണ്ട വൈറ്റമിൻസ് ഉണ്ടോ, മിനറൽസ് ഉണ്ടോ, ആന്റി ഓക്സിഡന്റ് ഉണ്ടോ, ഡയറ്ററി ഫൈബർ ഉണ്ടോ, പ്രോട്ടീൻ ഉണ്ടോ, ഒന്നൊന്നും നമ്മൾ നോക്കാറില്ല. അപ്പൊ അതുമൂലം ഉണ്ടാകുന്ന അസുഖങ്ങളാണ് 70%. അപ്പൊ 70% രോഗങ്ങൾ മാറ്റാൻ ഇതൊക്കെ പ്രോപ്പർ ആയിട്ട് കഴിച്ചാൽ മതി. അപ്പൊ ന്യൂട്രിചാർജ് മെന്ന് കഴിച്ചാൽ കിട്ടുന്ന ആദ്യത്തെ ബെനിഫിറ്റ്, ദ പേഴ്സൺ വിൽ ബി വെരി ആക്റ്റീവ്, വെരി എനർജറ്റിക്. ഒരു ദിവസം 3-4 പ്രോഗ്രാമുകൾ ഞാൻ ചെയ്യാറുണ്ട്. ഫിസിക്കൽ പ്രോഗ്രാമുകളുണ്ട്, ഓൺലൈൻ പ്രോഗ്രാമുകളുണ്ട്, ക്ലാസ്സുകളുണ്ട്, കൺസൾട്ടേഷൻ ഉണ്ട്, ഓൺലൈൻ കൺസൾട്ടേഷൻ ഉണ്ട്. 18, 19, 20 മണിക്കൂർ വരെയൊക്കെ ചില ദിവസങ്ങളിൽ കണ്ടിന്യൂസ് ആയിട്ട് വർക്ക് ചെയ്യുമ്പോഴും ഒരു ടയർനെസ് തോന്നാത്തതിന്റെ ഒറ്റ കാരണം ന്യൂട്രിചാർജ് മെന്നും ഈ ന്യൂട്രീഷണൽ സപ്ലിമെന്റ്സും ആണ്. ഈ ന്യൂട്രിചാർജ് മെന്ന് കഴിച്ചാൽ കിട്ടുന്ന രണ്ടാമത്തെ ബെനിഫിറ്റ്, അതിൽ 12 മില്ലിഗ്രാം സിങ്ക് അടങ്ങിയത് കൊണ്ട് ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഉണ്ടാകുന്ന പ്രോസ്റ്റേറ്റിന്റെ ഇഷ്യൂവിനെ നമുക്ക് ഒരു പരിധി വരെ, ഇപ്പൊ ഒരു പ്രൈമറി കേസുകളൊക്കെ അതുകൊണ്ട് 100% മാറിയ 100 കണക്കിന് അനുഭവങ്ങളുണ്ട്. സിവിയർ കേസിൽ മാത്രമേ ഓപ്പറേഷൻ ചെയ്യേണ്ടി വരാറുള്ളൂ. അത് കുറച്ച് ഭക്ഷണ ക്രമീകരണവും കുറച്ച് ജീവിതശൈലിയിലും ഒരു കറക്ഷൻ കൊണ്ടുവന്നാൽ വി ക്യാൻ ക്യൂർ ആൾമോസ്റ്റ് എവറിത്തിങ്. എല്ലാറ്റിനും നമുക്ക് ക്യൂർ ചെയ്യാൻ സാധിക്കും. കുട്ടികളില്ലാത്ത ദമ്പതികൾ നമ്മുടെ നാട്ടിൽ ധാരാളം ഉണ്ട്, ഇഷ്ടം പോലെയുണ്ട്. പണ്ടത്തെ കണക്ക് ഏകദേശം ഒരു 8-9 വർഷം മുന്നത്തെ കണക്ക് കേരളത്തിൽ 10-ൽ 2 പേർ കുട്ടികളില്ലാത്തവർ എന്നാണ്. ഇപ്പൊ അങ്ങനെയല്ല, 10-ൽ ഏകദേശം 3, 3.5, 3.5 വരെ വരുന്നുണ്ട്. അപ്പൊ ഇവരൊക്കെ എന്താ ചെയ്യുന്നത്? സാധാരണഗതിയിൽ കല്യാണം കഴിച്ചാൽ ആദ്യത്തെ ഒരു 3-4 വർഷത്തുള്ള കുട്ടികൾ ഉണ്ടാവും. ബാക്കിയുള്ള ഒരു ട്രീറ്റ്മെന്റ് പോവും. 2 ലക്ഷം, 3 ലക്ഷം, 4 ലക്ഷം, 10, 15, 18 ലക്ഷം രൂപ വരെ ചെലവഴിച്ച് കുട്ടികളില്ലാത്ത കേസുകൾ നമ്മുടെ അടുത്ത് വന്ന് നമ്മുടെ പ്രൊഡക്റ്റിലൊക്കെ ഉപയോഗിച്ചിട്ട് അവർക്ക് റിസൾട്ട് കിട്ടിയ കേസുകൾ നമ്മുടെ തൃശ്ശൂർ തന്നെയുണ്ട്, അധികം ദൂരെയൊന്നല്ല. അപ്പോ ഈ ഒരു കേസിൽ പ്രത്യേകിച്ച് പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ബീജാണുക്കളുടെ എണ്ണം കുറവ്, ചലനശേഷി കുറവ്. അതിന് ഏറ്റവും നല്ലതാണ് ഹിപ്പ് ബാത്ത്. ഹിപ്പ് ബാത്ത് 1/2 മണിക്കൂർ ഒരു പ്ലാസ്റ്റിക് ടബിൽ വെള്ളം നിറച്ച വെള്ളത്തിലിരിക്കുക. ജലചികിത്സ പ്രകൃതി ചികിത്സയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്. വെള്ളത്തിലിരുന്നാൽ അരക്കെട്ട് തണുക്കും. അരക്കെട്ട് തണുത്താൽ അരക്കെട്ടുമായി ബന്ധപ്പെട്ട് വരുന്ന അവയവങ്ങളുടെ പ്രവർത്തന ശേഷി കൂടും. പ്ലസ് ഈ ന്യൂട്രിചാർജ് മെന്ന് കഴിക്കാം. അതിലുണ്ടാകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഗുണം, അതിൽ സിങ്കിന്റെ കണ്ടന്റ് ഉള്ളത് കൊണ്ട് ഈ കൗണ്ട് കൂടാനും മൊബിലിറ്റി കൂടാനും ബീജാണുക്കളുടെ എണ്ണം കൂട്ടാനും ചലനശേഷി കൂട്ടാനും അത് സഹായിക്കും. അപ്പോ ന്യൂട്രിചാർജ് മെന്ന്, അപ്പോ ഞാൻ പറഞ്ഞത് വെള്ളം കുടിച്ചാൽ കിട്ടുന്ന ബെനിഫിറ്റ് ആണ്, അതിൽ നിന്ന് വന്നതാണ്. അപ്പൊ ഞാൻ ഹെൽത്ത് കാർഡ് ഓയിലിനെ കുറിച്ച് പറഞ്ഞു, ന്യൂട്രിചാർജ് മെന്നിനെ കുറിച്ച് പറഞ്ഞു. സ്ത്രീകൾക്ക് ഉണ്ടാകുന്ന ഇത്തരം പ്രശ്നങ്ങൾ, പ്രത്യേകിച്ച് യൂട്രസ് റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങൾ, കുട്ടികളില്ലാത്ത ദമ്പതികൾ, അതിൽ പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ, PCOD, പോളിസിസ്റ്റിക് ഓവറി ഡിസീസ് തുടങ്ങി കുറേ പ്രശ്നങ്ങളുണ്ട്, ഹോർമോൺ ഇംബാലൻസ്. അതിനെയൊക്കെ പരിഹരിക്കാൻ നമുക്ക് ന്യൂട്രിചാർജ് വുമൺ ഒരു പരിധി വരെ ഹെൽപ്പ് ചെയ്യും. ഇതൊരിക്കലും ഒരു മരുന്നല്ല. പലരും പ്രത്യേകിച്ച് പുതിയ ആളുകളൊക്കെ പറയാറുണ്ട്, ഞാൻ RCMന്റെ മരുന്ന് കഴിച്ചു, എന്റെ രോഗം മാറി. RCMൽ ഒരു മരുന്നും ഇല്ല. ഡ്രഗ് ലൈസൻസ് ഉണ്ടാക്കുന്ന ഒരു പ്രൊഡക്റ്റ് നമുക്കില്ല. എല്ലാം ഫുഡ് സേഫ്റ്റി സ്റ്റാൻഡേർഡ് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ ലൈസൻസിലുള്ളതാണ്. അതുകൊണ്ട് തന്നെ അതിനെ നമ്മൾ മരുന്ന് എന്ന് പറയുന്നത് ഒരു പോഷകാഹാരമാണ്. അത് പറഞ്ഞ ഒരു ശീലം നമുക്കില്ലാത്തതുകൊണ്ടാണ് പലരും ഈ ഗുളിക കാണുമ്പോൾ ഇത് മരുന്നാണെന്ന് കരുതുന്നത്. അപ്പൊ ന്യൂട്രിചാർജ് വുമൺ ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവരുടെ ആൾമോസ്റ്റ് 60-65% അസുഖങ്ങളെയും പരിഹരിക്കുന്നത് അത് മാത്രം മതി. ബാക്കിയുള്ളത് നമുക്ക് വെജ് ഒമേഗയോ മറ്റ് പ്രൊഡക്റ്റിലോ അല്ലെങ്കിൽ പ്രോട്ടീനോ ഒക്കെ യൂസ് ചെയ്യാം. അപ്പൊ ന്യൂട്രിചാർജ് വുമൺ കഴിക്കുന്ന ഒരു സ്ത്രീ, പ്രത്യേകിച്ച് ഒരു ആർത്തവം സ്റ്റാർട്ട് ചെയ്ത ഒരു പെൺകുട്ടി മുതൽ ഏത് പ്രായത്തിലെ സ്ത്രീകൾക്കും ഏത് രോഗാവസ്ഥയിലും ഡെയിലി കഴിക്കാൻ പറ്റുന്ന ഈ ഒരു ഫുഡ് സപ്ലിമെന്റ് കഴിച്ചാൽ ആദ്യം കിട്ടുന്ന ബെനിഫിറ്റ്, 1 കിലോ ചീര കഴിച്ചാൽ കിട്ടുന്ന അത്രയും അയൺ ന്യൂട്രിചാർജ് വുമണിലുണ്ട്. ഇത് കഴിച്ചാൽ ശരീരത്തിലെ ഹിമോഗ്ലോബിന്റെ ലെവൽ കൂടും, ശരീരത്തിലെ ഓക്സിജന്റെ ലെവൽ കൂടും, നല്ല കൊളസ്ട്രോൾ കൂടും, പ്രതിരോധ ശേഷി കൂടും, രോഗങ്ങൾ വരില്ല. നമ്മുടെ നാട്ടിലെ ഏറ്റവും കൂടുതൽ രോഗികളായിട്ട് ആശുപത്രിയിൽ പോകുന്നവർ സ്ത്രീകളാണ്. ഏറ്റവും കൂടുതൽ മുടികൊഴിച്ചിലുണ്ടാകുന്ന സ്ത്രീകൾക്കാണ്. ഏറ്റവും കൂടുതൽ ഹെൽത്ത് ഇഷ്യൂ, ജനറൽ ആയിട്ട് ഹെൽത്ത് ഇഷ്യൂ കൂടുതൽ കണ്ടുവരുന്ന സ്ത്രീകൾക്കാണ്. സ്ത്രീകൾ പൊതുവെ പറയുന്ന ഒരു വാക്കാണ്, ഏറ്റവും കൂടുതൽ ഉച്ചരിക്കുന്ന വാക്കാണ് വയ്യ എന്നുള്ളത്. ഈ വയ്യ എന്നുള്ള ഒരു വാക്കിനെ ജീവിതത്തിന്റെ ഡിക്ഷണറിയിൽ നിന്ന് പെർമനന്റ് ആയിട്ട് ഡിലീറ്റ് ചെയ്യാൻ സഹായിക്കുന്ന ഒരു പ്രൊഡക്റ്റാണ് ന്യൂട്രിചാർജ് വുമൺ. റെഗുലർ ആയിട്ട് കഴിക്കാം. ഡെയിലി രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ശേഷം ഒരെണ്ണം കഴിക്കാം. അപ്പൊ അവരുടെ HB ലെവൽ കൂടും. ഇനി ഒരു ഗർഭിണിയായ സ്ത്രീയുടെ ശരീരത്തിൽ ഹിമോഗ്ലോബിൻ കുറഞ്ഞാൽ കുട്ടികൾക്ക്, ജനിക്കാൻ പോകുന്ന കുട്ടിക്ക് ജനിതക വൈകല്യം ഉണ്ടാകാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ്. അപ്പൊ ന്യൂട്രിചാർജ് വുമൺ കൊണ്ട് ഇങ്ങനൊരു ഗുണമുണ്ട്. ഇനി രണ്ടാമത്തെ ഒരു ഗുണം ശ്രദ്ധിച്ച് കേൾക്കണം. കാരണം ഇതിൽ RCMൽ എന്നും പുതിയ ആളുകൾ വരും, അല്ലെ? എന്റെ ടീമിൽ തന്നെ ഒരു മാസം ആവറേജ് 600 പേര് ഒരു മാസം വരുന്നുണ്ട്. ഒരു മാസം പുതിയ ആളുകൾ 600ഓളം ആളുകൾ വരുന്നുണ്ട്. ഇവർക്കൊന്നും ഇതിനെ കുറിച്ച് അറിയില്ല. അവരെല്ലാം ടോട്ടലി അൺഅവെയർ. അവർ വരുന്ന മേഖലയെ കുറിച്ച് അവർക്ക് നല്ല അറിവുണ്ടായിരിക്കും. ഈ ന്യൂട്രിചാർജ് വുമൺ റെഗുലർലി കഴിക്കുന്ന ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം രണ്ടാമത് കിട്ടുന്ന ഒരു ബെനിഫിറ്റ്,
ധാരാളം സ്ത്രീകൾക്ക് എല്ലാം ശരിക്കും ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം 28 ± 2 ദിവസം കൂടുമ്പോൾ ആർത്തവം വരണം. അതാണ് കറക്റ്റ് ടൈമിങ്. അങ്ങനെ കൃത്യമായിട്ടൊന്നും വരാറില്ല. ഓരോ ആർത്തവ ചക്രത്തിലും ഏകദേശം 80 മുതൽ 150 മില്ലി ബ്ലഡ് ശരീരത്തിൽ നിന്ന് പുറത്തു പോകണം. ഈ പുറത്തു പോകാനുള്ള, ശരീരം പുറന്തള്ളാൻ ഇത്രയും ബ്ലഡ് ഉത്പാദിപ്പിക്കാനുള്ള അയൺ ഭക്ഷണത്തിലൂടെ ശരീരത്തിന് കിട്ടിയില്ലെങ്കിൽ ശരീരം എന്ത് ചെയ്യും? ഈ പരിപാടി പോസ്റ്റ്പോൺ ചെയ്യും, നീട്ടിവെക്കും. 28 ദിവസത്തിൽ നടക്കേണ്ട ആർത്തവം 30 വരും, 35 വരും, 40 വരും, 50 വരും, പിന്നെ ഓണത്തിന് സംക്രാന്തിക്കും വരും. ഇറഗുലർ ആയിട്ട് പീരീഡ് വരാനുള്ള കാരണം ഒരു സ്ത്രീയുടെ ശരീരത്തിൽ ഹിമോഗ്ലോബിൻ ലെവൽ കുറയുന്നതാണ്. നമ്മൾ കണ്ടുവരുന്ന സ്ത്രീകളിൽ ഒരു 90% ഈ പ്രശ്നം ഫേസ് ചെയ്യുന്നതാണ്. ഇനി ചില സ്ത്രീകൾക്ക് പീരീഡ് വരില്ല, 3, 4, 5 മാസത്തിൽ ഒരിക്കൽ മാത്രം വരും. വന്നാലും പിന്നെ നിൽക്കില്ല, 10, 15 ദിവസം കണ്ടിന്യൂസ് ആൻഡ് ഹെവി ബ്ലീഡിങ്. അപ്പൊ അതിനും അങ്ങനെ പ്രശ്നത്തെ ഒഴിവാക്കാൻ ഈ പറഞ്ഞ ന്യൂട്രിചാർട്ട് വുമൺ നല്ലതാണ്. അതിലടങ്ങിയിട്ടുള്ള അയൺ കണ്ടന്റ് 21 മില്ലിഗ്രാം അയൺ നല്ലതാണ്. ഇങ്ങനെ ഹെവി ബ്ലീഡിങ് വരുന്ന സമയത്ത് നാച്ചുറലി നമുക്ക് ചെയ്യാവുന്ന, പ്രകൃതിയുമായി ബന്ധപ്പെട്ട് ചെയ്യാൻ ചെറിയ എളുപ്പ വഴികളുണ്ട്. ചെറിയ കേസുകളൊക്കെ അത് വളരെ ഗുണം ചെയ്യും. 2 കീഴാർനെല്ലി വേരോടെ വലിച്ചെടുത്ത് നന്നായി കഴുകി അരച്ച് അതിൽ 1 സ്പൂൺ റൈസ് ബ്രാൻ ഓയിൽ, ഹെൽത്ത് കാർഡ് ഓയിൽ ചേർത്ത് ഒരു 7 മുതൽ 14 ദിവസം വെറും വയറ്റില് കഴിക്കുക. നല്ല റിസൾട്ടാണ്. അപ്പൊ കീഴാർനെല്ലി പ്ലസ് റൈസ് ബ്രാൻ ഓയിൽ ധാരാളം ആളുകൾക്ക് അത് കൊടുത്തിട്ട് റിസൾട്ടും കിട്ടിയിട്ടുണ്ട്. അപ്പൊ ന്യൂട്രിചാർട്ട് വുമൺ കഴിച്ചാൽ കിട്ടുന്ന നാലാമത്തെ ഒരുപാട് ബെനിഫിറ്റ് ഉണ്ട്. നാലാമത്തെ ബെനിഫിറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് റെഗുലർ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പ്രീ മെൻസ്ട്രുവൽ സിൻഡ്രോം എന്ന് വെച്ച് കഴിഞ്ഞാൽ മാസമുറ വരുന്നതിന് മുമ്പ് ഉണ്ടാകുന്ന വയറുവേദന, പിരിമുറുക്കം, അമിതമായ വിയർപ്പ്, ദേഷ്യം, ഇറിറ്റേഷൻ, ഛർദി, മൈഗ്രെയിൻ, കാലിന് കഴപ്പ്, നടുവേദന, കുറെ പ്രശ്നങ്ങളുണ്ട്. ഇതിനെ ഒറ്റ വാക്കിൽ പറയുന്നതാണ് പ്രീ മെൻസ്ട്രുവൽ സിൻഡ്രോം. ഈ ഒരു പ്രശ്നത്തെ വളരെ ഫാസ്റ്റ് ആയിട്ട് ഒഴിവാക്കാൻ എനിക്കറിയാം. ആയിരക്കണക്കിന് കേസുകൾ എനിക്ക് നേരിട്ട് അനുഭവമുണ്ട്. വർഷങ്ങളായിട്ട് ഇങ്ങനെ ദുരിതം പേറിയിരുന്ന പലരും ഇത് ഉപയോഗിച്ച് 2-3 മാസം കൊണ്ട് അത് 100% മാറിയത്. അപ്പൊ നമ്മുടെ ഉത്തരവാദിത്തം, ദാറ്റ്സ് അവർ മോറൽ റെസ്പോൺസിബിലിറ്റി. നമുക്ക് ഈ ആശയത്തെ മറ്റുള്ളവരിലേക്ക് എത്തിക്കുക എന്നുള്ളത് ആരോഗ്യകരമായ ഒരു ജീവിതത്തിനും ആരോഗ്യമുള്ള ഒരു സമൂഹത്തെ വാർത്തെടുക്കുന്നതിനും അത് സഹായിക്കും. അപ്പൊ പ്രീ മെൻസ്ട്രുവൽ സിൻഡ്രോം എന്ന് പറയുന്ന പ്രശ്നത്തെ പരിഹരിക്കുന്നതിൽ സ്റ്റാർ ഫ്ലവർ എന്ന് പറയുന്ന ഒരു പൂവിന്റെ സത്ത് ചേർത്തിട്ടുണ്ട്. റെഗുലർ ആയിട്ട് യൂസ് ചെയ്ത് 2-3 മാസം കൊണ്ട് ആ റിസൾട്ട് കിട്ടും. ഒരു ഗ്ലാസ് നല്ല നാടൻ പശുവിന്റെ പാല് കുടിച്ചാൽ അതിൽ നിന്ന് 200 മില്ലിഗ്രാം മിൽക്ക് കാൽഷ്യം കിട്ടുമെങ്കിൽ അത്രയും കാൽഷ്യം ഈ ഒരു ന്യൂട്രിചാർട്ട് വുമൺ എന്ന് പറയുന്ന ടാബ്ലറ്റ് ഉണ്ട്. ഇത് റെഗുലർലി കഴിക്കുന്ന ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഉണ്ടാവുന്ന ജോയിന്റ് പെയിൻ, ബാക്ക് പെയിൻ, നീ പെയിൻ, ഷോൾഡർ പെയിൻ, പ്രൈമറി ലെവലിലുള്ള വേദനകളെ ഒക്കെ മാറ്റാൻ നല്ലതാണ്. നമ്മുടെ നാട്ടിലെ ഭൂരിപക്ഷ സ്ത്രീകൾക്കുള്ള പ്രശ്നമാണ് യൂട്രസിൽ കുരുക്കൾ വരിക അല്ലെങ്കിൽ മുഴകൾ വരിക. ഈ ഒരു അവസ്ഥാവിശേഷത്തെ ഒഴിവാക്കാൻ സഹായിക്കുന്ന ഈവനിങ് പ്രിംറോസ് എക്സ്ട്രാക്ട് ന്യൂട്രിചാർട്ട് വുമണിൽ ചേർത്തിട്ടുണ്ട്. അത് ഈവനിങ് പ്രിംറോസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 4 മണിപ്പൂവ്. അപ്പൊ ഇത് റെഗുലർ ആയിട്ട് കഴിക്കുന്ന ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ഈ യൂട്രസിൽ ഉണ്ടാകുന്ന കുരുക്കൾ അല്ലെങ്കിൽ മുഴകളുടെ വളർച്ചയെ തടയാൻ സാധിക്കും. നമ്മുടെ നാട്ടില് ഈ ഒരു പ്രശ്നം വരാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം സ്ത്രീകൾ വെള്ളം കുടിക്കാത്ത ആണ്. ഞാൻ വെള്ളത്തിൽ നിന്നാണ് തുടങ്ങിയത്. വെള്ളം കുടിക്കാത്തതാണ്. ഓരോ 20 കിലോ ശരീരഭാരത്തിന് മിനിമം 1 ലിറ്റർ വെള്ളം കുടിക്കണം. 1 ലിറ്റർ. അപ്പോൾ ഒരു 60 കിലോ ശരീരഭാരമുള്ള ഒരാൾ മിനിമം 3 ലിറ്റർ വെള്ളം കുടിക്കണം. അപ്പൊ സ്ത്രീകൾ പൊതുവെ വെള്ളം കുടിക്കുന്ന കാര്യത്തിൽ വളരെ ബാക്കിലാണ്. കാരണം വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ ഒരു ജോലിക്ക് പോകുന്ന വ്യക്തി, ഒരു സ്കൂളിൽ പോകുന്നത്, കോളേജിൽ പോകുന്നത്, ഫീൽഡ് വർക്ക് ചെയ്യുന്നവർക്കൊക്കെ വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ സമയാസമയങ്ങളിൽ കൃത്യമായിട്ട് മലമൂത്ര വിസർജനം ചെയ്യാനുള്ള ഒരു സംവിധാനം നമ്മുടെ നാട്ടിൽ പുറത്തു പോകുന്ന സ്ത്രീകൾക്ക് കിട്ടാത്തതിനാൽ അവരെന്ത് ചെയ്യും? വെള്ളം കുടിക്കാതിരിക്കുകയും മലമൂത്ര വിസർജനത്തെ പിടിച്ചു നിർത്തുകയും ചെയ്യും. ഈ അവസ്ഥ കുറച്ചു കാലം കണ്ടിന്യൂ ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത്? മലാശയത്തിലും മൂത്രാശയത്തിലും കെട്ടിക്കിടക്കുന്ന മാലിന്യങ്ങൾ മുഴുവൻ പതുക്കെ പതുക്കെ യൂട്രസും ഓവറിയും വലിച്ചെടുത്ത് അതിന്റെ ഉൾഭിത്തികൾ ഡെപ്പോസിറ്റ് ചെയ്യും. ഇതാണ് കുരുക്കള്, ചെറിയ ചെറിയ കുരുക്കളായിട്ട് മാറുന്നത്. കാരണം അഴുക്ക് കിട്ടിക്കിടന്നാൽ അവിടെ എപ്പോഴും ഡെപ്പോസിറ്റ് ഉണ്ടാവും. അത്ര മനസ്സിലാക്കിയാൽ മതി. അപ്പൊ ഈ അഴുക്കെല്ലാം കൃത്യമായിട്ട് പോകണം. അപ്പൊ ഈ ചില കുരുക്കൾ മൂത്ത് വലുതാകും. അപ്പൊ അതിനെ നമ്മൾ മുഴ അല്ലെങ്കിൽ സിസ്റ്റ് എന്ന് പറയും. ചില മുഴകൾ വീണ്ടും വലുതാകുമ്പോൾ അത് പൊട്ടുമ്പോൾ ബ്ലീഡിംഗ് ഉണ്ടാവും. അപ്പോൾ നമ്മളൊരു ഗൈനക്കോളജിസ്റ്റിനെ കാണും. കാര്യങ്ങളെല്ലാം കേട്ടതിന് ശേഷം ഗൈനക്കോളജിസ്റ്റ് പറയും, എന്നാ പിന്നെ നമുക്ക് അങ്ങ് എടുത്തു കളയാം. ഡോക്ടറെ ഹാപ്പി, നമ്മളും ഹാപ്പി. പ്രശ്നങ്ങൾ അവസാനിച്ചു എന്ന് കരുതി ഒരു സ്ത്രീ അതിന് യെസ് മൂടുമ്പോൾ അവരെ പ്രശ്നങ്ങൾ അവിടെയാണ് തുടങ്ങുന്നത്. കാരണം ഒരു ഓവറി നഷ്ടപ്പെടുന്നതോടുകൂടി ഒരു സ്ത്രീയുടെ സ്ത്രൈണത ഇല്ലാണ്ടാവും. ഇത്തരം സ്ത്രീകൾ ഫേസ് ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ശരീരത്തിന്റെ ചൂട് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത അവസ്ഥ വരും. ശരീരം മുഴുവൻ ഓടിക്കളിക്കുന്ന ഒരു വേദന സ്റ്റാർട്ട് ചെയ്യും. നിർഭാഗ്യവശാൽ ഇത്തരം ദുരിതങ്ങളും പേറി കഴിയുന്നവരാണ് കേരളത്തിലെ പ്രത്യേകിച്ചും 40 വയസ്സ് കഴിഞ്ഞ സ്ത്രീകളിൽ 30%. ഈ ഒരു അവസ്ഥാവിശേഷം വരാതിരിക്കാൻ വേണ്ടി നമുക്ക് ചെയ്യാവുന്ന കാര്യം വെള്ളം നന്നായിട്ട് കുടിക്കുക, വെള്ളത്തിലിരിക്കുക, ന്യൂട്രിചാർട്ട് വുമണിന്റെ റെഗുലർ ആയിട്ടുള്ള ഉപയോഗം. അതിനെ ഒരു ബിസിനസ് ആയിട്ട് കണ്ട നിങ്ങളുടെ ജീവിതത്തെ കംഫർട്ടബിൾ ആക്കാൻ സഹായിക്കുന്ന ഒരു മോഡ്, ഒരു മീഡിയം അല്ലെങ്കിൽ ഒരു മാധ്യമമായിട്ട് കണക്കൂട്ട് ചെയ്യാം. സോ ന്യൂട്രിചാർട്ട് വുമൺ റെഗുലർലി കഴിക്കുന്ന ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം
ഈ പറഞ്ഞ ബെനിഫിറ്റിന് പുറമെ ഇതില് 13 തരത്തിലുള്ള പഴങ്ങളുടെ സത്ത്. ഞാൻ ഇന്നലെ ഒരു ക്ലാസ്സിൽ ഒരു 6-7 ലേഡീസ് പങ്കെടുത്തത് ഞാൻ ചോദിച്ചു ഒരു ദിവസം എത്ര പഴങ്ങൾ കഴിക്കും. എനിക്ക് പഴം കഴിക്കാൻ ഇഷ്ടമല്ല. അപ്പൊ അതിലൂടെ കിട്ടേണ്ട പോഷകങ്ങളും അത് കിട്ടില്ലേ. ആ പോരായ്മകളാണ് നമ്മുടെ ശരീരത്തിൽ രോഗങ്ങളായിട്ടും പറഞ്ഞത്. 7ഓളം അസുഖങ്ങൾക്ക് മരുന്ന് കഴിക്കുന്നവരാണ് ഈ ഉത്തരം പറഞ്ഞ സ്ത്രീ. അപ്പോ 13 തരത്തിലെ പഴങ്ങളുടെ സത്ത്, അതായത് 13 തരത്തിലെ പഴങ്ങൾ കഴിച്ചാൽ കിട്ടുന്ന ബെനിഫിറ്റ് എന്തിലുണ്ട്? ന്യൂട്രിചാർട്ട് വുമണിലുണ്ട്. അതിൽ ബ്ലൂബെറി എന്ന് പറഞ്ഞ ഒരു പഴത്തിന്റെ സത്തുണ്ട്. നമ്മുടെ നാട്ടിൽ അത്ര പ്രചാരത്തിലായിട്ടില്ല, പക്ഷെ എന്നാലും ഇപ്പൊ അത്യാവശ്യം കിട്ടിത്തുടങ്ങി. ബ്ലൂബെറിയുടെ പ്രത്യേകത അതിന് പുളിരസമാണ്, വൈറ്റമിൻ സി ധാരാളം ഉണ്ട്, അതുകൊണ്ട് തന്നെ പ്രതിരോധ ശേഷി കൂട്ടാൻ നല്ലതാണ്. പ്ലസ് വെള്ളപ്പോക്ക് എന്ന് പറയുന്ന അസുഖത്തിന് ഏറ്റവും നല്ലതാണ് ബ്ലൂബെറിയുടെ സാന്നിധ്യം. അപ്പൊ സ്ത്രീകൾക്ക് പൊതുവെ മെലിഞ്ഞ സ്ത്രീകളിൽ കണ്ടുവരുന്ന പ്രശ്നമാണ് വെള്ളപ്പോക്ക്, അസ്ഥിയുരുക്കം, അസ്ഥിസ്രാവം, അങ്ങനെ പല പേരിൽ അറിയപ്പെടുന്ന അസുഖമുണ്ട്. ലുക്കോറിയ എന്ന് ഇംഗ്ലീഷിൽ പറയും. അപ്പൊ ഈ അസുഖത്തിന് ബ്ലൂബെറി നല്ലതാണ്. മാത്രമല്ല ബെല്ലി ഫാറ്റ് കുറയ്ക്കാൻ ബ്ലൂബെറിക്ക് പ്രത്യേകിച്ച് ഒരു കഴിവുണ്ട്. പൊതുവെ സ്ത്രീകൾക്ക് വയറിത്തിരി കൂടുതലാണ്, കാരണം വയറിന്റെ ഉള്ളിൽ ഒരു യൂട്രസ് ഉണ്ട്, ഒരു ഓവറി ഉണ്ട്, ഒന്നല്ല 2 ഓവറിയും. അപ്പോ ഒരു പ്രസവം കഴിയുമ്പോൾ വയറൊന്ന് ചാടും, ഒരു പ്രസവം കൂടി കഴിയുമ്പോൾ പിന്നെ ചാടിയ വയറൊരിക്കലും ഉള്ളിൽ പോവില്ല. ആ ബെല്ലി ഫാറ്റിന് പരിധി വരെ കുറയ്ക്കാൻ ന്യൂട്രിചാർട്ട് വുമൺ സഹായിക്കും. എന്നോട് പല സ്ത്രീകളും പറഞ്ഞിട്ടുണ്ട്, ഈ ന്യൂട്രിചാർട്ട് വുമൺ 5-6 മാസം കഴിച്ച് ബോഡി ഒന്ന് സ്ലിമ്മായി വയറൊക്കെ കുറഞ്ഞു പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു ഇതാണ് അതിന്റെ റീസൺ. അപ്പൊ ഇതിൽ ബ്ലൂബെറി ഉണ്ട്, ഇതിൽ സ്ട്രോബെറിയുടെ കണ്ടന്റ് ഉണ്ട്. സ്ട്രോബെറിയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇമ്മ്യൂണിറ്റി പവർ കൂട്ടും. അത് ജനറൽ ആയിട്ട് എല്ലാ പഴങ്ങളുടെയും പ്രത്യേകതയാണ്. നമ്മൾ ഒരിക്കൽ നോബൽ സമ്മാനം കിട്ടിയ ഒരു ശാസ്ത്രജ്ഞൻ, അദ്ദേഹത്തിന്റെ കണ്ടുപിടുത്തതായിരുന്നു ക്യാൻസറിനെ പ്രതിരോധിക്കാൻ വേറെ ഒന്നും ചെയ്യേണ്ട, പഴങ്ങൾ മാത്രം കഴിച്ചാൽ ഓൺലി ഫ്രൂട്ട്സ്. അതായത് ഒരു പ്യുവർലി വീഗൻ ആയിട്ടുള്ള ഉൽപ്പന്നങ്ങൾ കഴിക്കും, പ്യുവർലി വീഗൻ. അപ്പോ ന്യൂട്രിചാർജ് വുമൺ കഴിക്കുന്ന ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ഈ പറഞ്ഞ പ്രശ്നങ്ങൾക്കൊക്കെ ഏറ്റവും നല്ലൊരു പരിഹാരം അതിൽ ബ്ലൂബെറി ഉണ്ട്. സ്ട്രോബെറിയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്കിന്നിന് നാച്ചുറൽ ആയിട്ട് ഗ്ലോ കിട്ടും. സ്ട്രോബെറി നിങ്ങൾ എല്ലാവരും കണ്ടവരായിരിക്കും. ഒരു പിങ്ക് കളർ, ഏകദേശം ശരീരത്തിന്റെ കളർ പതുക്കെ ചേഞ്ച് ആയി വരും. അത് വെറുതെ പറയുന്നതല്ല, കഴിച്ച ആയിരക്കണക്കിന് ലേഡീസ് അവർ തന്നെ സ്വയം സാക്ഷ്യപ്പെടുത്തിയ ഇതാണ്. കാരണം സ്കിന്നിന്റെ കളർ ഇപ്പോൾ കറുത്ത ആള് വെളുക്കുന്നല്ല പറഞ്ഞത്, പക്ഷെ നാച്ചുറൽ ആയിട്ടുള്ള കളർ ആ സ്കിന്നിന് ഒരു ഗ്ലോ കിട്ടും. അതിന്റെ കാരണം അതിൽ സ്ട്രോബെറിയുടെ കണ്ടന്റ് ഉണ്ട്. അപ്പൊ ബ്ലൂബെറി, ബ്ലാക്ക്ബെറി, സ്ട്രോബെറി, ചെറി, ഈ 4 പഴങ്ങളുടെ കൂട്ടായ പ്രവർത്തനം കൂടിയ തൈറോയിഡിനെ കുറയ്ക്കും, കുറഞ്ഞതിനെ നോർമലൈസ് ചെയ്യും. ധാരാളം ആളുകളുണ്ട്, ധാരാളം സ്ത്രീകൾ പ്രത്യേകിച്ചും ന്യൂട്രിചാർട്ട് വുമണൊക്കെ കഴിച്ച് തൈറോയിഡിന്റെ മരുന്ന് മാറ്റിയ അനുഭവമുണ്ട്. അതിന്റെ ഡോസേജ് കുറച്ച്, ഇംഗ്ലീഷ് മരുന്ന് കഴിക്കുന്നതിന്റെ ഡോസേജ് കുറച്ച് കൊണ്ടുവന്ന ആളുകൾ. അതിന്റെ കാരണം വേറെ ഒന്നുമല്ല, ഇതിൽ ഈ പറയുന്ന 4 പഴങ്ങൾ, പഴങ്ങൾ മാത്രമല്ല മറ്റു പല ചേരുവകളും അല്ലെ. നമ്മുടെ ശരീരത്തിന്റെ പ്രത്യേകത, ശരീരം ഒരു വാഹനമാണ്. ഈ വാഹനത്തിന് കൊടുക്കുന്ന ഇന്ധനത്തിന്റെ ക്വാളിറ്റിയാണ് വാഹനത്തിന്റെ മൈലേജ് കൂട്ടുക. അപ്പൊ നല്ല ഇന്ധനം ഒഴിച്ചാൽ വണ്ടി നന്നായിട്ട് ഓടും, ഇന്ധനം മോശമാണെങ്കിൽ വണ്ടി കുടുകുടു എന്ന് പറഞ്ഞാൽ അവിടെ ഏതെങ്കിലും ആശുപത്രി പടിക്കൽ നിൽക്കും അല്ലെ. പിന്നെ അവിടെ പോയാൽ പിന്നെ തിരിച്ചു വരവില്ല, പിന്നെ ആ വഴി കൂടെ കറങ്ങിക്കൊണ്ടിരിക്കും. ഇപ്പൊ ന്യൂട്രിചാർട്ട് വുമണിൽ ബ്ലൂബെറി, ബ്ലാക്ക്ബെറി, സ്ട്രോബെറി, ചെറി, മാംഗോസ്റ്റിൻ, പുളിയുള്ള പഴമാണ്. മൾട്ടിപ്പിൾ വൈറ്റമിൻസ് ആൻഡ് മിനറൽസ് അടങ്ങിയ ഈ ഒരു പ്രൊഡക്റ്റ്, ഈ ഒരു പഴം, അത് ഇമ്മ്യൂണിറ്റി പവർ കൂട്ടാൻ ഏറ്റവും നല്ലത്. അപ്പൊ മാംഗോസ്റ്റിൻ, ആപ്രിക്കോട്ട് ഹൃദയാരോഗ്യത്തിന് ഏറ്റവും നല്ലത്. നമ്മുടെ നാട്ടിൽ ഇപ്പൊ കിട്ടിത്തുടങ്ങി, ഭയങ്കര കോസ്റ്റ്ലി ആണ്. പക്ഷെ ഇതിന്റെ വില നോക്കുമ്പോൾ നമുക്ക് അൺബിലീവബിൾ. ഒരിക്കലും ഒരു ഗൈനക്കോളജിസ്റ്റിനെ ഈ ഒരു പ്രൊഡക്റ്റ് കാണിച്ചപ്പോൾ അവര് പറഞ്ഞു, നിങ്ങൾക്ക് ഈ വിലയ്ക്ക് ഇത്രയും കണ്ടന്റുകൾ എങ്ങനെ കൊടുക്കാൻ സാധിക്കുന്നു? അവരെന്നെ അത്ഭുതപ്പെട്ടു. അപ്പോ ന്യൂട്രിചാർട്ട് വുമന്റെ പ്രത്യേകത ബ്ലൂബെറി, ബ്ലാക്ക്ബെറി, സ്ട്രോബെറി, ചെറി, മാംഗോസ്റ്റിൻ, ആപ്രിക്കോട്ട്, അവോക്കാഡോ, കിവി, പൈനാപ്പിൾ, നോനി തുടങ്ങി 13 തരത്തിലുള്ള പഴങ്ങൾ. ഏത് പഴം നോക്കിയാലും ഒന്നിനൊന്ന് മെച്ചം. അപ്പൊ ഇത് റെഗുലർലി കഴിക്കുന്ന ഒരു സ്ത്രീ നന്നായിട്ട് വെള്ളം കൂടി കുടിച്ചു കഴിഞ്ഞാൽ അവരുടെ 60% അസുഖങ്ങൾ മാറും. മൾട്ടിപ്പിൾ ആയിട്ടുള്ള ബെനിഫിറ്റ്, ഒന്നല്ല, ഒരു അസുഖത്തിനല്ല. അപ്പൊ ഒരു പ്രൊഡക്റ്റ്, ഒരു പഴം ഒരു ഗുണമല്ല തരും, പല ഗുണങ്ങൾ തരുന്നുണ്ട്. പക്ഷെ നമ്മളെപ്പോഴും ഹൈലൈറ്റ് ചെയ്യുന്നത് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഗുണം. അപ്പൊ വെള്ളം നന്നായിട്ട് കുടിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. ആ വെള്ളത്തിൽ തന്നെ നമ്മൾ ഇതൊക്കെ തുടങ്ങിയത്. അപ്പൊ ന്യൂട്രിചാർട്ട് വുമൺ നമ്മുടെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവര് വെള്ളം കുടിക്കില്ല. പല കുട്ടികളെയും പ്രശ്നം, അവർ വെള്ളം കുടിക്കില്ല, ഭക്ഷണം കഴിക്കില്ല, ദഹനമില്ല, ശോധനയില്ല. അപ്പൊ ഇങ്ങനെ വരുമ്പോൾ നമുക്ക് അവർക്ക് ന്യൂട്രിചാർട്ട് കിഡ്സ് കൊടുക്കാം. ന്യൂട്രിചാർട്ട് കിഡ്സ് കൊടുത്താൽ കിട്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഗുണം, അതിൽ ഒരു കുട്ടിയുടെ ശരീരത്തിലേക്ക് എസെൻഷ്യൽ ആയിട്ട് വേണ്ട 48 പോഷകങ്ങളുണ്ട്. അതൊരു സമ്പൂർണ്ണ പോഷകാഹാരം. ന്യൂട്രിചാർട്ട് മെന്നിലും വുമണിലും വൈറ്റമിൻസും മിനറൽസും ആന്റി ഓക്സിഡന്റും മാത്രമേ ഉള്ളൂ. പക്ഷേ ന്യൂട്രിചാർട്ട് കിഡ്സ് ഒരു സമ്പൂർണ്ണ പോഷകാഹാരം. അതൊരു കുട്ടി കഴിച്ചാൽ ഒരു 1.5-2 വയസ്സിന് ശേഷമുള്ള കുട്ടികൾക്ക് റെഗുലർലി 1 നേരമോ 2 നേരമോ അവരുടെ ആരോഗ്യസ്ഥിതി അനുസരിച്ച് നമുക്ക് കൊടുക്കാൻ സാധിച്ചാൽ 48 പോഷകങ്ങളാണെങ്കിൽ ന്യൂട്രിചാർട്ട് കിഡ്സ് ഒരു കുട്ടിയുടെ ആൾമോസ്റ്റ് എല്ലാ പ്രശ്നങ്ങളെയും മാറ്റാൻ സാധിക്കും. കാരണം അതിൽ വൈറ്റമിൻസ് ഉണ്ട്, മിനറൽസ് ഉണ്ട്, 3 തരത്തിലുള്ള പ്രോട്ടീൻ ഉണ്ട്,
പിന്നെ 10ഓളം പച്ചമരുന്നുകൾ. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് കിഴാർനെല്ലി. നമുക്ക് എല്ലാവർക്കും അറിയാം കിഴാർനെല്ലിക്ക് മൾട്ടിപ്പിൾ ബെനിഫിറ്റ് ആണ്. നാട്ടിൽ ആർക്കെങ്കിലും മഞ്ഞപ്പിത്തം വന്നാൽ ആദ്യം അവർ അന്വേഷിച്ചു പോകുന്നത് കിഴാർനെല്ലിയാണ്. ആ കിഴാർനെല്ലി പാലിൽ അരച്ചു കൊടുത്ത് മഞ്ഞപ്പിത്തത്തിന്റെ തീവ്രത, ലിവർ ഫംഗ്ഷനെ മെച്ചപ്പെടുത്തുന്ന കാര്യങ്ങൾ നമ്മൾ ഇഷ്ടംപോലെ കേട്ടിട്ടുണ്ട്. പക്ഷെ എന്തുകൊണ്ട് കുട്ടികൾക്കുള്ള ന്യൂട്രിചാർജ് കിറ്റ്സിൽ കിഴാർനെല്ലി ചേർത്തിട്ടുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതില് അമ്മമാരുടെ ഏറ്റവും വലിയൊരു കംപ്ലൈന്റ് ഉണ്ട്, എന്താണ് കുട്ടികൾ ഭക്ഷണം കഴിക്കില്ല എന്നുള്ളത്. അപ്പൊ നല്ല വിശപ്പ് ഉണ്ടാവും. നമ്മുടെ വിശപ്പിനെ സ്റ്റിമുലേറ്റ് ചെയ്യാൻ കിഴാർനെല്ലിക്ക് കഴിവുണ്ട്. ലിവർ ഫംഗ്ഷൻ മെച്ചപ്പെടുത്താൻ കഴിവുള്ളത് കൊണ്ട് ന്യൂട്രിചാർജ് കിറ്റ്സ് കുട്ടികൾ കഴിച്ചു കഴിഞ്ഞാൽ കിട്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഗുണം അവർ നന്നായിട്ട് ഭക്ഷണം കഴിക്കും. അപ്പൊ അമ്മമാരുടെ ഏറ്റവും വലിയൊരു കംപ്ലൈന്റ് മാറും. ഓക്കെ, അപ്പൊ കിഴാർനെല്ലി നല്ല വിശപ്പ് ഉണ്ടാക്കാൻ സഹായിക്കും. ചിറ്റമൃത് ബുദ്ധിപരമായിട്ട് കഴിവ്, മെമ്മറി കപ്പാസിറ്റി കൂട്ടാനും പ്രതിരോധ ശേഷി കൂട്ടാനും സഹായിക്കുന്നതാണ് ചിറ്റമൃത്. ആ ചിറ്റമൃതിന് സത്ത അതിലുണ്ട്. ചിറ്റമൃത് ചേർത്ത മറ്റൊരു പ്രൊഡക്റ്റ് നമുക്കുണ്ട്, ഗിലോയ് തുളസി. ഒരു മാസ്റ്റർ പീസാണ്. പല മൾട്ടിപ്പിൾ, ഏകദേശം ഞാൻ ബോർഡിൽ എഴുതി നോക്കിയപ്പോൾ 44ഓളം അസുഖങ്ങൾക്ക് നമുക്ക് വളരെ ഫലപ്രദമായിട്ട് കൊടുക്കാൻ പറ്റും. ഇതൊന്നും മരുന്നല്ല, ഇതെല്ലാം ചില പോഷകങ്ങൾ നമ്മുടെ ശരീരത്തിന് കിട്ടാത്ത പോഷകങ്ങളെ നേരിട്ട് എത്തിക്കുന്നതാണ്. അപ്പൊ ന്യൂട്രിചാർട്ട് കിറ്റ്സിൽ കിഴാർനെല്ലിയുണ്ട്, പച്ചമുന്തിരി, പ്രതിരോധ ശേഷി കൂട്ടാൻ ഏറ്റവും നല്ലത്. ഇരട്ടി മധുരം. കുട്ടികൾ പൊതുവെ തണുത്ത ഭക്ഷണം കഴിക്കാൻ താല്പര്യമുള്ളവരാണ്, ഐസ്ക്രീം ഒക്കെ കഴിക്കാൻ താല്പര്യമുള്ളവരാണ്. ഫ്രിഡ്ജിലെ വെള്ളം, തണുത്ത വെള്ളം നേരിട്ട് കുടിക്കുന്നവരാണ്. എപ്പോഴും തൊണ്ടവേദന, ടോൺസിൽസ്, എന്നും പനി, ചുമ അങ്ങനെ പ്രശ്നങ്ങളൊക്കെ വരുന്നുണ്ട്. ആ തൊണ്ടയ്ക്കുണ്ടാകുന്ന പ്രശ്നങ്ങളെ പരിഹരിക്കാൻ ഏറ്റവും നല്ലതാണ് ഇരട്ടി മധുരം. ആ ഇരട്ടി മധുരത്തിന്റെ സത്ത് അതിൽ ചേർത്തുണ്ട്. അപ്പൊ കിഴാർനെല്ലിയുണ്ട്, പച്ചമുന്തിരിയുണ്ട്, ഇരട്ടി മധുരമുണ്ട്, പനിക്കൂർക്ക. നമ്മുടെ എല്ലാവരും വീടുകളിൽ അടുക്കളയുടെ ഭാഗത്ത് എല്ലാവരും വെച്ച് പിടിപ്പിക്കുന്നതാണ് പനിക്കൂർക്ക. ചുമയ്ക്ക് ഇതിൽ നല്ലൊരു മരുന്ന് വേറെ ഇല്ല. പനി, ചുമ, ജലദോഷം, പനിക്കൂർക്ക. പല സ്ഥലങ്ങളിൽ പല പേരിലാണ് അത് അറിയപ്പെടുന്നത്. പച്ച കളറുള്ള ഒരു ഇല, ചുമയൊക്കെ വരുന്ന സമയത്ത് ഒരു 8-10 ഇല നിങ്ങൾ നുള്ളി മേശപ്പുറത്ത് കൊണ്ടുവയ്ക്കുക. ഓരോ മണിക്കൂർ ഗ്യാപ്പിൽ ഒരു ഇല വെറുതെ കഴിച്ചുകൊണ്ടിരിക്കുക. ഈ പ്രശ്നങ്ങളൊക്കെ മാറ്റാൻ നല്ലതാണ്. പക്ഷെ നമുക്ക് ഇതിനൊന്നും സമയമില്ല, കുട്ടികൾക്കൊന്നും ഇത് കൊടുക്കാനുള്ള നേരം നമുക്കില്ല. അപ്പൊ എന്ത് ചെയ്യണം? ന്യൂട്രിചാർട്ട് കിറ്റ്സ് കൊടുത്തോളൂ. അതിൽ പനിക്കൂർക്കയുണ്ട്, പനി, ചുമ, ജലദോഷം ഇതിനൊക്കെ പ്രതിരോധിക്കാൻ നല്ലത്. അപ്പൊ കിഴാർനെല്ലി, പച്ചമുന്തിരി, ഇരട്ടിമധുരം, പനിക്കൂർക്ക, അയമോദകം. ദഹന സംബന്ധമായ എല്ലാ പ്രശ്നങ്ങൾക്കും അയമോദകം നല്ലതാണ്. അപ്പൊ നല്ല വിശപ്പുണ്ടാവും, നല്ല ശോധനയുണ്ടാവും. അതുപോലെ തന്നെ ഇഞ്ചിയെ കുറിച്ച് നമ്മൾ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല, അല്ലെ എല്ലാ കണ്ടന്റുകളും. ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് തുളസി. അതായത് ശ്വസന സംബന്ധമായ എല്ലാ പ്രശ്നങ്ങളും. കുട്ടികൾക്ക് പൊതുവെ കണ്ടുവരുന്ന പ്രശ്നമാണ് ശ്വാസം മുട്ട്. ശ്വാസം മുട്ട് വരാനുള്ള ഒരു കാരണം മലബന്ധമാണ്. കാരണം ഭക്ഷണം കഴിക്കുമ്പോൾ ജങ്ക് ഫുഡാണ് കൂടുതൽ കഴിക്കുക. ഇലക്കറികൾ അമ്മയുണ്ടാക്കിയാലും കുട്ടികൾ കഴിക്കാൻ താല്പര്യം കാണിക്കില്ല, അമ്മ നിർബന്ധിക്കില്ല. അങ്ങനെ പതുക്കെ പതുക്കെ കുട്ടികൾ എപ്പോഴും കുക്ക്ഡ് ഫുഡ് മാത്രം കഴിക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നം നമുക്ക് എപ്പോഴും കോൺസ്റ്റിപ്പേഷൻ ഉണ്ട്. അപ്പൊ അതിനൊരു പ്രതിവിധിയാണ് ധാരാളം റോ ഫുഡ് കഴിക്കുന്ന ഒരു ശീലം കൊണ്ടുവരിക. വേവിക്കാത്ത പച്ചക്കറികൾ കുട്ടികൾക്ക് ഇഷ്ടമാണ്, പക്ഷെ അമ്മമാർ പലപ്പോഴും കൊടുക്കാൻ മടിക്കും. വീട്ടിലൊക്കെ ഭക്ഷണം കഴിക്കുമ്പോൾ എപ്പോഴും കുറച്ച് സാലഡ് കൂട്ടത്തിൽ കഴിക്കുക. കുറച്ച് സാലഡ് കഴിച്ചിട്ട് ഭക്ഷണം കഴിക്കുമ്പോൾ കഴിക്കുന്ന ഈ ചോറ് അല്ലെങ്കിൽ ചപ്പാത്തിയുടെ അളവ് അല്പം കുറയ്ക്കാനും സാധിക്കും. മാത്രമല്ല ഇതിൽ ധാരാളം ഫൈബർ ഉണ്ട്. 2 തരത്തിലുള്ള ഫൈബർ ഉണ്ട്. അപ്പൊ എല്ലാം കൊണ്ടും ഗുണം ചെയ്യും. നമ്മുടെ നാട്ടിൽ പ്രത്യേകിച്ച് കേരളത്തിൽ മാത്രമേ ഈ ശീലം ഇല്ലാത്തുള്ളൂ. നമ്മൾ അറ്റ്ലീസ്റ്റ് ആർസിമില്ല ആളുകളെങ്കിലും മുൻകൈ എടുത്ത് ഈ ഒരു ശീലം നമ്മൾ ഡെവലപ്പ് ചെയ്യുക. അപ്പോ ന്യൂട്രിചാർട്ട് കിറ്റ്സ് കഴിക്കുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അവർ കുട്ടിയുടെ ആൾമോസ്റ്റ് ഒരു എല്ലാ പ്രശ്നങ്ങൾക്കും ഏറ്റവും നല്ല പരിഹാരം. ഇത് കൊടുത്ത് ഒരു 3 മാസം തുടർച്ചയായിട്ട് കൊടുത്തോളൂ. 3 വേണ്ട, 2 മാസം കൊടുത്താൽ തന്നെ നമുക്ക് ആ വ്യത്യാസം മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോ ന്യൂട്രിചാർട്ട് കിറ്റ്സ് കൊടുക്കുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ആദ്യം കിട്ടുന്ന ബെനിഫിറ്റ് കുട്ടികളുടെ ഹൈറ്റ് കൂടും. ഒരു കുട്ടിയുടെ ഹൈറ്റ് കൂടുന്നത് കണ്ണ് വളർന്നിട്ടോ, മൂക്ക് വളർന്നിട്ടോ, ചെവി വളർന്നിട്ടോ, മുടി വളർന്നിട്ടോ അല്ല, എല്ല് വളർന്നിട്ടാണ്. എല്ല് വളരാൻ വേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമാണ് കാൽസ്യം. കാൽസ്യം വേണ്ടത്ര അളവിൽ ശരീരത്തിൽ വരുമ്പോൾ ഉയരം കൂടും. ഈ ക്ലാസ് കേട്ടിട്ട് ഒരിക്കലും ഒരു ബ്യൂട്ടി പാർലർ നടത്തുന്ന വളരെ ഉയരം കുറഞ്ഞ ഒരു ലേഡി, ഏകദേശം 32-33 വയസ്സ് പ്രായം, അവർ സ്വകാര്യമായിട്ട് എൻ്റെ അടുത്ത് വന്ന് ചോദിച്ചു, ഇത് ഞാൻ കഴിച്ചാൽ എനിക്ക് ഹൈറ്റ് കൂടും. ഞാൻ പറഞ്ഞു സാധാരണ ഒരു 25 വയസ്സിൽ താഴെയാണ് ഹൈറ്റ് കൂടുക. പിന്നെ ഒരു 30 വയസ്സ് വരെ അത് അങ്ങനെ നിലനിൽക്കും. പിന്നെ പതുക്കെ പതുക്കെ കുറയും. നമുക്ക് തുടക്കത്തിലുണ്ടായിരുന്ന ഹൈറ്റ് പിന്നീട് ഉണ്ടാവില്ല, പിന്നെ കുറഞ്ഞു ഏറ്റവും ഒരു പീക്കിലെത്തും, പിന്നെ കുറയും. ഞാൻ പറഞ്ഞു നിങ്ങളൊന്ന് കഴിച്ചു നോക്കൂ പറഞ്ഞു. അവര് 2 മാസം തുടർച്ചയായിട്ട് 2 നേരം കഴിച്ചു. പിന്നീട് എപ്പോഴും ഒരിക്കലും കണ്ടപ്പോൾ അവര് പറഞ്ഞു ഏകദേശം 1 സെന്റിമീറ്ററിലധികം ഹൈറ്റ് കൂടിയതായിട്ട് അവര് പറഞ്ഞു. അപ്പൊ എല്ലാവർക്കും അത് കിട്ടിക്കൊള്ളുന്നില്ല. കാരണം ഒരു കാര്യം ഉറപ്പാണ്, എല്ലുകൾ വളരണം എന്നുണ്ടെങ്കിൽ എന്ത് വേണം? കാൽഷ്യം വേണം. കാൽഷ്യം, മഗ്നീഷ്യം, ഫോസ്ഫറസ്, അങ്ങനെ കുറെ ചേരുവകളുണ്ട്. ആ ചേരുവകളെല്ലാം കറക്റ്റ് ആയിട്ടുള്ള അളവിൽ വരുമ്പോൾ എല്ലുകൾ വളരും. അപ്പോ കുട്ടികൾക്കാണ് പ്രത്യേകിച്ച് ഒരു 22-23 വയസ്സ് വരെയാണ് ഏറ്റവും കൂടുതൽ എല്ലുകൾ വളരുന്ന ടൈം. പിന്നീട് ഒരു സ്റ്റേബിൾ ലെവല്, പിന്നെ അത് ഡീക്ലൈൻ ആകും. ഒരു മധ്യവയസ്സൊക്കെ കഴിയുമ്പോൾ പിന്നെ എല്ലിന്റെ ഉയരം ഗ്രാജുവലായിട്ട് കുറഞ്ഞു വരിക ചെയ്യും. അപ്പോൾ ഇത് കഴിക്കുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ആദ്യം കിട്ടുന്ന ബെനിഫിറ്റ് കുട്ടികളുടെ ഹൈറ്റ് കൂടും, പഠന കാര്യങ്ങളിൽ നല്ല മാറ്റം ഉണ്ടാവും, അവരുടെ IQ ലെവൽ കൂടും, ഗ്രാസ്പിംഗ് പവർ അല്ലെങ്കിൽ ഗ്രഹണശേഷി കൂടും. കാരണം കാര്യങ്ങളെ മനസ്സിൽ റിറ്റൻഷൻ പവർ കൂടുന്നുണ്ട്. ധാരാളം കേസുകൾ അങ്ങനെ കണ്ടിട്ടുണ്ട്.
ഇത് കൊടുത്തതിന് ശേഷം കുട്ടികളുടെ ബിഹേവിയർ തന്നെ വളരെ മാറി. പ്രത്യേകിച്ച് ഹൈപ്പർ ആക്ടിവിറ്റി ഉള്ള കുട്ടികൾക്കൊക്കെ ന്യൂട്രിചാർജ് കിറ്റ്സും DHAയും കൂടി കൊടുത്തിട്ട് 100% നോർമൽ ലെവലിലേക്ക് അവർ മാറിയിട്ടുണ്ട്. എല്ലാവർക്കും റിസൾട്ട് കിട്ടിയെന്നല്ല ഞാൻ പറയുന്നത്, പക്ഷെ ധാരാളം കേസുകളുണ്ട്. മെറ്റിക്കുലസ്ലി അവർ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് ഈ റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോ ന്യൂട്രിചാർജ് കിഡ്സ് കഴിച്ചാൽ ഹൈറ്റ് കൂടുന്നു, പഠന കാര്യങ്ങളിൽ നല്ല മാറ്റം, അവരുടെ IQ ലെവൽ കൂടുന്നു, അവരുടെ ഇമ്മ്യൂണിറ്റി പവർ. എനിക്കറിയാം, ഒരു 1000-ലധികം പേര് എന്നോട് പേഴ്സണലി പറഞ്ഞതാണ്, ന്യൂട്രിചാർജ് കിഡ്സ് കൊടുത്തതിന് ശേഷം ഞങ്ങൾ കുട്ടികളെ ആശുപത്രിയിൽ കൊണ്ടുപോയിട്ടില്ല, ഡോക്ടറെ കാണിക്കാൻ കൊണ്ടുപോയി, അല്ലെങ്കിൽ മാസത്തിൽ ചുരുങ്ങിയത് ഒരു തവണയെങ്കിലും പോയിരുന്ന കേസുകൾ വർഷങ്ങളായിട്ട് ഡോക്ടറെ കാണേണ്ട ഒരു സിറ്റുവേഷൻ വന്നിട്ടില്ല. ആയിരക്കണക്കിന് അമ്മമാർ എന്റെ മുന്നിൽ സാക്ഷ്യം പറഞ്ഞത്, എന്റെ ക്ലാസ്സുകളിൽ സാക്ഷ്യം പറഞ്ഞത്. അപ്പൊ ഇതെല്ലാം റിയാലിറ്റിയാണ്. കാരണം നമ്മൾ കഴിക്കുന്ന ഭക്ഷണമാണ് നമ്മുടെ ശരീരത്തിന് ആരോഗ്യം നൽകുന്നത്, അല്ലാതെ കഴിക്കുന്ന മരുന്നുകളല്ല. മരുന്നുകൾ രോഗത്തെ താൽക്കാലികമായി അടിച്ചമർത്തുക മാത്രമാണ് ചെയ്യുന്നത്. അപ്പൊ ന്യൂട്രിചാർജ് കിഡ്സ് റെഗുലർലി കഴിക്കുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ പഠന കാര്യങ്ങളിൽ നല്ല മാറ്റം, അവരെ പ്രതിരോധ ശേഷി കൂടുന്നു, അവരെപ്പോഴും വളരെ ആക്റ്റീവ് ആയിരിക്കും, വളരെ വൈബ്രന്റ് ആയിരിക്കും. വളരെ അടങ്ങി ഒതുങ്ങി ഇങ്ങനെ സൈലന്റ് ആയിട്ടിരുന്ന കുട്ടികൾ വളരെ പെട്ടെന്ന് ഒരു ചേഞ്ച് വരുന്നതായിട്ട് ഞാൻ ഇതിലൂടെ കണ്ടിട്ടുണ്ട്. അപ്പോ ഇതൊക്കെ നമുക്ക് ഉപയോഗിച്ചാൽ നമുക്ക് കിട്ടുന്ന ബെനിഫിറ്റ് വളരെ സിമ്പിൾ ആണ്. ഇതിനൊക്കെ വരുന്ന വില, നമ്മൾ കുട്ടികൾക്ക് ഏറ്റവും നല്ല സ്കൂളിൽ അഡ്മിഷൻ വാങ്ങിച്ചു കൊടുക്കും, ഏറ്റവും നല്ല സ്കൂൾ ബസ് അറേഞ്ച് ചെയ്യും, ഏറ്റവും നല്ല ഡ്രസ്സ് വാങ്ങിച്ചു കൊടുക്കും, ഏറ്റവും നല്ല പഠനോപകരണങ്ങൾ വാങ്ങിച്ചു കൊടുക്കും. അവരുടെ ആരോഗ്യത്തിന്റെ കാര്യത്തിൽ നമ്മൾ സീരിയസ് ആയിട്ട് ചിന്തിക്കണം. നമ്മുടെ നാട്ടിലെ ഏറ്റവും കൂടുതൽ കൊളസ്ട്രോൾ ഉള്ളത് കുട്ടികൾക്കാണ്. കുട്ടികളായതുകൊണ്ട് ഒരിക്കലും ഒരു ഡോക്ടർ പോലും പറയില്ല കൊളസ്ട്രോൾ ചെക്കിനാന്ന്. 8 വയസ്സുള്ള കുട്ടി, 8.5 വയസ്സ് പ്രായമുള്ള ഒരു കുട്ടി, ഏകദേശം 45 കിലോ തൂക്കം, കൊളസ്ട്രോൾ നോക്കിയപ്പോൾ കൊളസ്ട്രോൾ 200. അമേരിക്കയില്, US-ലൊക്കെ, മീൻസ് കാനഡയിലൊക്കെ കുട്ടികൾക്ക് കൊളസ്ട്രോൾ ചെക്ക് ചെയ്യണമെന്നുണ്ട്. നമുക്കിവിടെ അങ്ങനെ പ്രത്യേകിച്ച് കണ്ടീഷനൊന്നുമില്ല, ആരും നോക്കാറില്ല, കുട്ടികളല്ലേ കുഴപ്പമില്ല. കാരണം അവർ കഴിക്കുന്ന അത്തരത്തിലുള്ള ഭക്ഷണമാണ്, ജങ്ക് ഫുഡാണ് കഴിക്കുന്നത്. റീബോയിൽഡ് ഓയിൽ, ഏറ്റവും കൂടുതൽ ട്രാൻസ് ഫാറ്റി ആസിഡ് ഉണ്ടാവും, അതുപോലെ കൊളസ്ട്രോൾ ഉണ്ടാവും. അപ്പൊ കുറെ പ്രശ്നങ്ങൾ വരാനുള്ള കാരണം നമ്മുടെ ഭക്ഷണമാണ്. സോ ഭക്ഷണമാണ് മരുന്ന് എന്നൊരു കൺസെപ്റ്റ്. ആർസിമില് 4995-ലധികം ഉൽപ്പന്നങ്ങളുണ്ട്. ഡേ ടു ഡേ ലൈഫിൽ ഉപയോഗിക്കുന്ന 400-ലധികം ഉൽപ്പന്നങ്ങളുണ്ട്. ഗുഡ് മോർണിംഗ് മുതൽ ഗുഡ് നൈറ്റ് വരെ ഒരു മനുഷ്യന് ഇപ്പൊ സ്വയം പര്യാപ്തതയിൽ ഉപയോഗിക്കാവുന്ന ഉൽപ്പന്നം ബെനിഫിറ്റാണ്. അവരുടെ ജീവിത ചെലവ് ചുരുക്കും. ഇന്നത്തെ കാലഘട്ടം, പ്രത്യേകിച്ച് കൊറോണയ്ക്ക് ശേഷമുള്ള കാലഘട്ടം, ലൈഫ് വളരെ സ്ട്രഗിളിലാണ് ഒരു 90% ആളുകളും പോയിക്കൊണ്ടിരിക്കുന്നത്. ഡെയിലി നമുക്ക് ഈ പ്രൊഡക്റ്റ് ഉപയോഗിക്കുകയും ഇത് പ്രൊമോട്ടുകയും ചെയ്യുന്നതിലൂടെ ഒരുപാട് ആളുകളെ നമുക്ക് സഹായിക്കാൻ സാധിക്കും. ആരോഗ്യപരമായ നേട്ടം മാത്രമല്ല, സാമ്പത്തികപരമായ ഒരു നേട്ടത്തിനും അത് വളരെ ഗുണം ചെയ്യും. ഇപ്പൊ ന്യൂട്രിചാർജ് വുമൺ 5 എണ്ണം ബില്ല് ചെയ്യുന്ന ഒരാൾക്ക് ഈ മാസം നമുക്ക് വീരാംഗന ക്ലബിലേക്ക് എൻട്രി ചെയ്യാം. അതിനെക്കുറിച്ചൊക്കെ മുർസാർ ഇത് കഴിഞ്ഞിട്ട് നിങ്ങളോട് പറയും. അപ്പോ ഓഫറുകളും ടാർഗറ്റുകളും ഇഷ്ടം പോലെയുണ്ട്. പക്ഷെ നമ്മൾ നമ്മുടെ ലൈഫിനെ ആർസിമിന് ഒരു ടാർഗറ്റ് ആയിട്ട് എടുക്കുക. നമ്മുടെ ലൈഫിനെ മെച്ചപ്പെടുത്താനുള്ള ഏറ്റവും നല്ലൊരു ടാർഗറ്റായിട്ട് ആർസിമിനെ എടുത്താൽ മതി. അപ്പോ ലൈഫിൽ ഞാൻ തുടക്കത്തിൽ പറഞ്ഞു, ലൈഫിൽ ഹാപ്പിനെസ് കിട്ടാൻ വേറെ ഒന്നും ചെയ്യേണ്ട. നല്ല ഭക്ഷണം കഴിക്കുക, നല്ല ആരോഗ്യത്തോടു കൂടി കഴിയുക, നല്ല ബന്ധങ്ങൾ ഉണ്ടാക്കുക. കാരണം ഈ ഒരു സിസ്റ്റം ആർസിഎം എന്നൊരു ബിസിനസ്സിലൂടെ വന്നപ്പോൾ 20 വർഷം എയർഫോഴ്സ് ലൈഫിനിടയിൽ എനിക്ക് ഒരു സുഹൃത്തിനെ പോലും കിട്ടിയിരുന്നില്ല. 15 വർഷം സ്കൂൾ കോളേജ് വിദ്യാഭ്യാസത്തിനിടയിൽ എനിക്കും അതായത് നിലനിൽക്കുന്ന ഒരു ഫ്രണ്ടിനെ പോലും കിട്ടിയിരുന്നില്ല. ബന്ധങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. വിവാഹത്തിന് ശേഷം ഒരു പുതിയൊരു വ്യക്തി ജീവിതത്തോട് കടന്നു ആ ഒരു ബന്ധത്തിനപ്പുറം കാര്യമായിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ ആർസിഎമ്മിൽ കഴിഞ്ഞ 17.5 വർഷമായിട്ട് വളരെ സജീവ സാന്നിധ്യം ഉള്ളത് കൊണ്ട് കേരളത്തിനകത്തും പുറത്തും ഇന്ത്യക്ക് വെളിയിലും ഒരുപാട് ആളുകൾ വിളിക്കുകയും ബന്ധപ്പെടുകയും അവരുടെ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരം നിർദ്ദേശിക്കാൻ സാധിക്കുകയും അവരുടെ ഫിനാൻഷ്യൽ പ്രോബ്ലത്തിന് ചെറിയൊരു സജഷൻ കൊടുക്കാൻ സാധിക്കുകയും ചെയ്തുകൊണ്ട് ഐ ആം വെരി ഹാപ്പി. എനിക്ക് തോന്നുന്നു ഇത് കേട്ടിരുന്ന നിങ്ങളെല്ലാവരും ഹാപ്പിയാണ്. കാരണം ആ സന്തോഷം കിട്ടാൻ പല വഴികളുണ്ട്. രോഗശൈലിയിൽ തളർന്നു കിടക്കുന്ന ഒരാൾക്ക് ആരോഗ്യമാണ് സന്തോഷം നൽകുക. സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന വ്യക്തിക്ക് ധനം അല്ലെങ്കിൽ പണം സന്തോഷം നൽകും. ജീവിതത്തിൽ ഒറ്റപ്പെട്ട് കഴിയുന്ന ആളുകൾക്ക് കൂട്ടായ്മ സന്തോഷം നൽകും. അറിവുകൾ നമുക്ക് സന്തോഷം നൽകും. ബന്ധങ്ങൾ നമുക്ക് സന്തോഷം നൽകും. അതുപോലെ അംഗീകാരങ്ങൾ നമുക്ക് സന്തോഷം നൽകും. നാളെ നമ്മൾ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും നമ്മുടെ കുടുംബം സുരക്ഷിതമാണെന്നുള്ള തോന്നലും നമുക്ക് സന്തോഷം നൽകും. ഈ എല്ലാ സന്തോഷങ്ങളും നൽകാൻ പര്യാപ്തമായ ഒരു സംവിധാനത്തിലാണ് കഴിഞ്ഞ 18 വർഷമായിട്ട് ഞാൻ വർക്ക് ചെയ്യുന്ന പ്രകൃതി ജീവനമാൻ യോഗ എന്ന് പറഞ്ഞ മേഖല അതിനെ 100% അന്വർത്ഥമാക്കുന്ന ആർസിഎം എന്ന പ്രസ്ഥാനവും. അപ്പൊ ഇത് കേട്ടിരിക്കുന്ന ഇനി കേൾക്കാൻ പോകുന്ന എല്ലാവരുടെ ജീവിതത്തിൽ ഒരുപാട് ഹാപ്പിനെസ്, ഒരുപാട് സന്തോഷം ഈ പ്രസ്ഥാനത്തിലൂടെ ഉണ്ടാവട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി നിർത്തുന്നു.